ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. പെട്ടെന്നൊരു ദിവസം ഭൂമിയിലേക്ക് എണ്ണിയാൽ തീരാത്തത്ര ഉൽക്ക വന്ന് വീഴുകയാണ്. പെട്ടെന്ന് തന്നെ അന്റാർട്ടിക്കയിലെ എല്ലാ ഐസും ഒരുമിച്ച് കിടന്ന് ഉരുകാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ വല്ലാതെ വെള്ളത്തിന്റെ അളവ് കൂടി ഒരു മഹാപ്രളയം എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു മഹാപ്രളയം. ഇത് കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കും ഇത് വലിയൊരു ഡിസാസ്റ്റർ മൂവിയാണെന്ന്. ശരിയാണ്, ഇതൊരു ഡിസാസ്റ്റർ മൂവി തന്നെയാണ്. ഭൂമിയിൽ ഒരു മഹാപ്രളയം തന്നെ സംഭവിക്കുകയാണ്. എന്നാൽ ഈ പ്രളയത്തിനിടയിൽ മറ്റൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. അതാണ് ഈ കഥ വ്യത്യസ്തമാകുന്നത്. തീർച്ചയായിട്ടും ഇതുപോലൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ധൈര്യമായിട്ട് കേട്ടോ. അപ്പൊ കഥയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ വയനാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാട്ടോ. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു റിസോർട്ട് ഉണ്ട്, ട്രീ ഹൗസുകളാണ്, പിന്നെ ടെന്റ് ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാട്ടോ. സോ നമ്മൾ കഥയിലേക്ക് പോവുകയാണ്. സിനിമയുടെ ആരംഭത്തിൽ നമ്മുടെ കഥയുടെ ഹീറോയിൻ ആയിട്ടുള്ള ഡോക്ടർ ഗോവിനെയാണ് കാണിക്കുന്നത്. രാവിലെ നല്ല ഉറക്കത്തിലായിരുന്നു. ആ സമയത്താണ് മകനായിട്ടുള്ള ജിസു വന്നിട്ട് ആ ബെഡിലൂടെ അങ്ങനെ ഓടിത്തുള്ളി നടക്കുന്നത്. അപ്പൊ ഡോക്ടർ ഗോ ചോദിക്കാണ്, അല്ല നീ നിന്റെ റൂമിലായിരുന്നില്ലേ, പിന്നെന്താ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പൊ ജിസു പറയാണ്, അമ്മ എനിക്ക് നീന്തണം. സ്വിം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു കണ്ണാടിയല്ലായിട്ട് അവൻ അതിലൂടെ അങ്ങനെ നീന്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് വെള്ളത്തിലൂടെ നീന്തുന്നത് പോലെ. ഇപ്പൊ ഗോ പറയാണ്, മോനെ അടങ്ങിയിരിക്കുക അവിടെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ വെള്ളത്തിൽ ഇറങ്ങാത്ത സമയത്ത് ഈ കണ്ണാടി എടുത്തിടാൻ പാടില്ല എന്ന്. നീ എന്തായാലും അവിടെ ഇരിക്കുക, ഞാൻ ഫുഡ് ആകട്ടെ എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ ജിസു പറയണം, അമ്മയുടെ ടാബ് ഒന്ന് തരും, എനിക്കൊരു ചിത്രം വരയ്ക്കാനാ. അപ്പൊ ഗോ പറയാണ്, ചിത്രം വരയ്ക്കാൻ നിനക്ക് നിന്റെ സ്ലേറ്റും ബുക്കൊക്കെ ഇല്ലേ, അതുപോലെ എല്ലാം എനിക്കൊന്ന് താ പ്ലീസ്. അങ്ങനെ ടാബ് അവന് ചിത്രം വരയ്ക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അതേ നേരം തന്നെ പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഗോ ഇപ്പൊ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം വെള്ളമെല്ലാം അവിടുത്തെ പല ഭാഗങ്ങളിലായിട്ട് കെട്ടിക്കിടക്കുന്നുണ്ട്. കാരണം ഇതുവരെയായിട്ടും പെയ്യാത്ത രീതിയിലുള്ള അസാധാരണമായ രീതിയിലാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പിന്നീട് മകനായിട്ടുള്ള ജിസുവിനെ സ്കൂളിൽ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഇപ്പൊ ഗോ. ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജിസു അവൻ വരച്ച ചിത്രം ഇപ്പോൾ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ജസ്റ്റ് ഒരു ഡ്രോയിങ്. അപ്പൊ ജിസുവിനോട് അമ്മ പറയണം, മോനെ അതിന് ഇച്ചിരി പെയിന്റും കൂടെ കൊടുക്കും, എന്നാലല്ലേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇതേ നേരം തന്നെ ഗോവിനെ അവളുടെ അമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ. മകന്റെ വിശേഷവും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ നേരത്താണ് വീട്ടിലേക്ക് എവിടുന്നോ ഇച്ചിരി വെള്ളം കയറി വരുന്നത്. അപ്പൊ തന്നെ ഗോ ചോദിക്കുന്നുണ്ട്, മോനെ ജിസു നീ എവിടെയെങ്കിലും പൈപ്പ് തുറന്നിട്ടിനോ? അപ്പൊ ജിസു പറയണ, ഇല്ല അമ്മേ ഞാൻ തുറന്നിട്ടൊന്നുമില്ല. പിന്നെ ഇത് എവിടുന്ന് ഈ വെള്ളം വരുന്നതെന്ന് നോക്കിയിട്ട് ഗോ ചെന്ന് നോക്കുമ്പോൾ ഈ ജനലിന്റെ അരികെ ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ഹോളിലൂടെയാണ് ഉള്ളിലേക്ക് വരുന്നത്. പുറത്തേക്ക് നോക്കിയ ഗോ ആകെ ഞെട്ടിപ്പോവാണ്. കാരണം നേരത്തെ നോക്കിയ സമയത്ത് നമ്മുടെ ഈ കാൽമുട്ടിന്റെ അത്രമാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ റോട്ടിലൊക്കെ. എന്നാൽ ഇപ്പോൾ ഇവര് നിൽക്കുന്നത് രണ്ടാമത്തെ ഫ്ലോറാണ്. ആ രണ്ടാമത്തെ ഫ്ലോറിന്റെ അത്രയും ഹൈറ്റിലേക്ക് വെള്ളം കയറിയിരിക്കുകയാണ്. ഒരു നിമിഷം ഗോ ഒന്ന് പകച്ചു പോവാണ്. എന്നാൽ ഗോവിന്റെ മകൻ ജിസു ആണെങ്കിൽ വെള്ളം കണ്ടപാടുതന്നെ, ആഹാ അമ്മ ഉള്ളിലേക്ക് വെള്ളം വന്നു, ഞാൻ ഇവിടെ കിടന്ന് നീന്തട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അതിന്റെ ആ ഒരു സീരിയസ്നെസ് അറിയാതെ അതിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വേഗം തന്നെ ഗോ പറയാണ്, ജിസു ഒന്ന് വേഗം മാറ്റിക്കേ, നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയാണ്. അതേ നേരം തന്നെ അപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ ഒരു അനൗൺസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതായത് സെക്കൻഡ് ഫ്ലോറിലുള്ള എല്ലാവരും മുകളിലേക്ക് കയറണം, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷനിലാണ് നമ്മുടെ ഗോ. എന്നാൽ ജിസു വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വേഗം ചെറിയൊരു ദേഷ്യത്തിൽ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവനിട്ട് ആ ഒരു സ്വിം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ഗ്ലാസ്സെല്ലാം ഊരി മേടിച്ചിട്ട് മോനെ ഒന്ന് വേഗം റെഡി ആവുമെന്ന് പറയണം. ഇതേ നേരം തന്നെ ഗോവിന് ഒരു കോള് വരുന്നുണ്ട്. വിളിച്ച ആളുടെ പേര് ഹേജൂൺ എന്നാണ്. ഹേജൂൺ ഇപ്പൊ ഡോക്ടർ ഗോവിനോട് പറയാണ്, മാഡം നിങ്ങളിപ്പോ രണ്ടാമത്തെ ഫ്ലോറിലല്ലേ, എത്രയും പെട്ടെന്ന് മുകളിലേക്ക് വരിക, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങളെ സഹായിക്കാന്ന് പറയണം. ഇപ്പൊ ഗോ ചോദിക്കാണ്, അതിന് നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാണ് എന്നെ സഹായിക്കുന്നത്? ഇപ്പൊ ഹേജൂൺ പറയാണ്, മാഡം അതൊന്നും പറയാൻ ഇപ്പൊ നേരമില്ല, നിങ്ങൾ വേഗം മുകളിലേക്ക് വരിക. ഇപ്പൊ വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ ഗോ വേഗം തന്നെ ഹേജൂൺ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാന്ന് വിചാരിക്കുകയാണ്. എന്നാൽ അവിടെ നോക്കിയിട്ട് മകനെ കാണാനില്ല. ജിസു എവിടെ പോയിരിക്കുകയാണ്. കുറെ നേരം മകനെ നോക്കിയപ്പോ അവനൊരു കബോർഡിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അതായത് നേരത്തെ അവനെ ചെറുതായിട്ടൊന്ന് ചീത്ത പറഞ്ഞല്ലോ, അതിൽ സങ്കടമായിട്ടാണ് അവൻ അവിടെ പോയി ഒളിച്ചിരിക്കുന്നത്. ഇപ്പൊ തൽക്കാലം ജിസുവിനെ ഗോ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ്. മോൻ വാ നമുക്ക് മുകളിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിക്കൊണ്ട് അപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കണ്ടോ, ഇതൊരു സാധാരണ വെള്ളപ്പൊക്കമല്ല. ഈ ഒരു ഏരിയ മുഴുവനും അതൊരു കടല് പോലെ ആയി മാറിയിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ താഴത്തെ നിലയിൽ നിന്നും മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും അവിടെ ഭയങ്കരമായിട്ട് റഷ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ലിഫ്റ്റ് വർക്ക് ആവുന്നില്ല. അപ്പൊ സ്റ്റെയർ കേസിലൂടെ തന്നെ മുകളിലേക്ക് പോകണം. സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന സ്റ്റെയർ കേസിന്റെ അവിടെ പോയി നോക്കുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് അവിടെ ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ സ്റ്റെയർ കേസ് ഇപ്പൊ ഡോക്ടർ ഉപയോഗിക്കുകയാണ് കേട്ടോ. മകനെ തോളിലിരുത്തിക്കൊണ്ടാണ് മുകളിലേക്ക് കയറുന്നത്. ആ നേരത്തെല്ലാം അങ്ങോട്ടേക്ക് വരെ വെള്ളം പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പേടിയാവുന്നുണ്ടെങ്കിൽ മോൻ കണ്ണടച്ചോ, അമ്മ ഒരു പാട്ട് പാടിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗോ ഇപ്പോൾ ജിസുവിനെ മുകളിലേക്ക് കൊണ്ടുവന്നത്. ഇതേ നേരം തന്നെ അപ്പാർട്ട്മെന്റിൽ നിന്നും ആ ഒരു വെള്ളത്തിലേക്ക് വീണ ആൾക്കാർ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഉറക്കനെ കരയുന്നുണ്ട്. എന്നാൽ ആ നേരത്ത് ഗോവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ജിസു ഇപ്പോൾ ഗോവിനോട് അത് പറഞ്ഞപ്പോ മോൻ ഇപ്പൊ അത് നോക്കണ്ട, കണ്ണടച്ചിരുന്നു എന്നിട്ട് അവനെയും കൂട്ടി നേരെ മുകളിലേക്ക് കയറുകയാണ്. എന്നാൽ അവിടുത്തെ സ്റ്റെയർ കേസിൽ മുകളിലേക്ക് ആരും കയറാതിരിക്കാനായിട്ട് ഒരുപാട് സാധനങ്ങൾ വെച്ച് മുകളിലുള്ള ആൾക്കാർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതായത് അതിലൂടെ ഡയറക്റ്റ് ആയിട്ട് കയറാൻ കഴിയില്ല. ഇപ്പൊ ജിസുവിനെ അവിടെ നിർത്തിയിട്ട് കഷ്ടപ്പെട്ട് ഗോ സൈഡിലൂടെ എങ്ങനെയൊക്കെയോ മുകളിലേക്ക് കയറി ചെറിയൊരു വഴി ഉണ്ടാക്കി ജിസുവിനെയും കൂട്ടി നേരെ മുകളിലേക്ക് കയറുകയാണ്. അവിടെ എത്തി നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ നേരത്തെ വന്നു കഴിഞ്ഞു. മുകളിലുള്ള അപ്പാർട്ട്മെന്റിൽ ആരും വാതിൽ തുറക്കുന്നില്ല. എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, വെള്ളം വേണം, അതുപോലെ തന്നെ ബാത്റൂമിലൊന്ന് പോകണം. എന്നാൽ ചില ആൾക്കാരൊന്നും വാതിൽ തുറക്കുന്നില്ലെങ്കിലും ചുരുക്കം ചില ആൾക്കാർ അവരുടെ ആ ഒരു അപ്പാർട്ട്മെന്റ് തുറന്നു കൊടുക്കുകയാണ്. നിങ്ങൾ ടോയ്ലറ്റ് ഉപയോഗിച്ചോ, വെള്ളം ഇവിടെ ഉണ്ട്, എല്ലാ സഹായം ചെയ്തു കൊടുക്കുകയാണ്. ചില മനുഷ്യർ
അങ്ങനെയാണ്. ഇതേ സമയത്ത് തന്നെ ഗോവിനെ ഹേജൂൺ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് നോക്കുമ്പോൾ അയാൾ കൈ കാണിക്കുന്നത് ഹേജൂൺ ആണെങ്കിൽ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിലാണ്. എന്നാൽ അങ്ങോട്ടേക്ക് പോവാന്ന് കരുതിയിട്ട് മകന്റെ കൈയും പിടിച്ച് അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് ഗോ ആ കാര്യം മനസ്സിലാക്കുന്നത്. ഈ തിരക്കിൽ മകൻ എങ്ങോട്ടോ പോയി, അവന് മിസ്സായി പോയിട്ടുണ്ട്. ഇപ്പൊ അവനെ വിളിച്ചുകൊണ്ട് ഇപ്പൊ ഗോ നേരെ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോവാണ്. അവിടെ എവിടെ അവനെ കാണാനില്ല. ഈ സമയത്താണ് അതിഭീകരമായിട്ടുള്ള മറ്റൊരു കാര്യം നടക്കുന്നത്. ഒരു വലിയ തിരമാല ഇവര് നിൽക്കുന്ന ആ അപ്പാർട്ട്മെന്റിന് നേരെ വരികയാണ്. ആ ഒരു നിമിഷം ഡോക്ടർ ഗോ നന്നായിട്ടൊന്ന് പകച്ചു പോയട്ടോ. പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക്, ഒരു ഓർമ്മയിലൊക്കെ അവൾ പോവുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവളും അവളുടെ ഹസ്ബൻഡും മകനായിട്ടുള്ള ജിസും കൂടെ പോകുമ്പോൾ അവരുടെ കാർ അപകടത്തിൽപ്പെട്ട് വെള്ളത്തിലേക്ക് വീണു. ആ വെള്ളത്തിൽ അവർ 3 പേരും മുങ്ങി താഴുകയാണ്. ആ സമയത്ത് അവളുടെ ഭർത്താവ് അവളോട് പറയുന്നുണ്ട്, നീ മുകളിലേക്ക് പോ, രക്ഷപ്പെട്ടോ, മകനെയും കൂട്ടി ഞാൻ വന്നോളാം. ആ ഒരു കാര്യം ഗുവിന് ഓർമ്മ വരികയാണ്. അപ്പോഴേക്കും ആ ഒരു തിരമാല അങ്ങോട്ടേക്ക് വന്നു. ആ അപ്പാർട്ട്മെന്റ് അങ്ങോട്ട് തകർത്ത് കളയാണ്. നിറയെ വെള്ളമാണ് അവിടെ. എല്ലാവരും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നുണ്ട്. ഈ സമയത്ത് മകനായിട്ടുള്ള ജിസുവിന് എപ്പോഴും കൊടുക്കുന്ന ഒരു മരുന്നുണ്ട്, ഒരു ഇഞ്ചക്ഷൻ ആണ്. അത് ഗുവിന്റെ കയ്യിൽ നിന്നും നഷ്ടമായി പോവാണ് കേട്ടോ. എങ്ങനെയൊക്കെയോ അവൾ അത് തേടി പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വെള്ളത്തിനടിയിൽ പെട്ടുകിടക്കുന്ന മകനെ ഒരു വിധത്തിൽ ഗു പോയിട്ട് കണ്ടുപിടിക്കുകയാണ്. എന്നാൽ അവനിപ്പോ ബോധമില്ല, വെള്ളം കുടിച്ച് ബോധം നഷ്ടമായിരിക്കുകയാണ്. പുറത്തേക്ക് കടക്കാനുള്ള ഓരോ വഴിയും ഡോക്ടർ ഗു നോക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒരു ഇച്ചിരി വെള്ളം കയറാത്ത ഭാഗത്തേക്ക് വായി കൊണ്ടുപോയിട്ട് ശ്വാസമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെയും തിരിച്ചു വന്ന് മകനെ രക്ഷിക്കാൻ നോക്കുകയാണ്. എന്നാൽ പുറത്തേക്ക് കടക്കാനായിട്ട് ഒരു വഴി അവർക്ക് കിട്ടുന്നില്ല. പെട്ടെന്നാണ് ഒരാൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത്. മറ്റാരുമല്ല, ഡോക്ടർ ഗുവിനെ വിളിച്ചുകൊണ്ടിരുന്ന ഹേജൂൺ എന്ന് പറഞ്ഞ ആളായിരുന്നു. അയാൾ വന്നിട്ട് ഗുവിനെയും ജിസുവിനെയും രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും വെള്ളത്തിന്റെ മുകളിലേക്ക് വന്നു. അതിഭീകരമായിരുന്നു അപ്പോൾ അവിടുത്തെ ആ ഒരു കാഴ്ചയൊക്കെ. എന്തായാലും മകന് ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവന്റെ പോയ ബോധം ഇപ്പൊ തിരിച്ചു വരികയാണ്. പക്ഷേ കുട്ടി നന്നായിട്ട് പേടിച്ചു പോയിരുന്നു കേട്ടോ. മരണം മുന്നിൽ കണ്ട് തിരിച്ചു വന്നതല്ലേ, ഭയം ഇല്ലാതിരിക്കോ, പ്രത്യേകിച്ച് കുട്ടികൾ. അതുകൊണ്ട് തന്നെ അമ്മയെ പിടിച്ച് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഗു ആണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കുകയാണ്. ഇതേ നേരം തന്നെ ഹേജൂൺ വന്നിട്ട് പറയണം, നമുക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നേരെ മുകളിലേക്ക് പോകണം, മോനെ വേണമെങ്കിൽ ഞാൻ എടുക്കാന്ന് ഗുവിനോട് പറയുമ്പോൾ ഗു അതിന് സമ്മതിക്കുന്നില്ല. വേണ്ട വേണ്ട, ജിസുവിനെ ഞാൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവള് തന്നെ അവനെ എടുക്കുകയാണ്. അങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്താണ് ഡോക്ടർ ഗു ഹേജൂണിനോടൊരു കാര്യം ചോദിക്കുന്നത്. വെള്ളത്തിൽ മുങ്ങിപ്പോയ സമയത്ത് ഇതൊരു സാധാരണ വെള്ളമായിട്ടല്ല എനിക്ക് തോന്നിയത്, ഉപ്പുരസം ഉണ്ടായിരുന്നു. ഉപ്പുരസം ഉണ്ടാവുക ഏത് വെള്ളത്തിനാണ്? കടൽ വെള്ളത്തിനല്ലേ. അതായത് മഴ പെയ്തുണ്ടായ വെള്ളമല്ല ഇത്, കടൽ ഇങ്ങോട്ടേക്ക് കയറിയതാണ്. എന്താ ശരിക്കും ഇവിടെ സംഭവിക്കുന്നതെന്ന് ഹേജൂണിനോട് ഗു ചോദിക്കുമ്പോൾ ഹേജൂൺ ആ ഒരു കാര്യം പറയാണ്. കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഒരുപാട് ഉൽക്കകൾ അന്റാർട്ടിക്കയിലേക്ക് വന്നു വീണു. അതുകൊണ്ട് തന്നെ അന്റാർട്ടിക്കയുടെ പല ഭാഗങ്ങളും വളരെ പെട്ടെന്ന് ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സീ ലെവൽ അതിഭീകരമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അധിക നേരമില്ല നമ്മുടെ ഈ നഗരവും ഇവിടുത്തെ മലകളും എല്ലാം വെള്ളത്തിനടിയിലാകും. സത്യം പറയുകയാണെങ്കിൽ ഇത് മനുഷ്യരാശിയുടെ അവസാന ദിവസമാണ്. ഇത് കേട്ട സമയത്ത് ഡോക്ടർ ഗു ആകെ ഞെട്ടിപ്പോണ്. ഹേജൂൺ, നിങ്ങൾ എന്തേ ഈ പറയുന്നത്? അതേ മേഡം, ഒരുപാട് കോടിക്കണക്കിന് ആൾക്കാർ ഇന്ന് എന്തായാലും മരണപ്പെട്ടു പോകും. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇന്നത്തെ ദിവസം സർവൈവ് ചെയ്യാൻ പോകുന്നുള്ളൂ. പക്ഷേ ഇവിടെ വലിയൊരു ഹോപ്പ് എന്താണെന്ന് വെച്ചാൽ പുതിയൊരു മനുഷ്യരാശിയെ നമ്മൾ കെട്ടിപ്പടുക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഡോക്ടർ ഗു ഒരു സാധാരണ ആളല്ല. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എമോഷൻസും AI ഇന്റലിജൻസും ഇതെല്ലാം കൊടുക്കുന്ന ഒരു റിസർച്ചറാണ് ഡോക്ടർ ഗു. ഒരുപാട് കമ്പനികൾ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പ്രോഗ്രാം എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഡോക്ടർ ഗുവിന്റെയും അതുപോലെ തന്നെ അവരുടെ ബോസിന്റെയും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുണ്ടാക്കിയ ആ ഒരു ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ ബോഡിക്ക് ഇമോഷൻസ് കൂടെ ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞായിരുന്നു. അതായത് ശരിക്കും ഒരു മനുഷ്യനെ പോലെ തന്നെ അതിന് ഫീലിങ്സ് ഉണ്ടാവും, എല്ലാത്തരം ഇമോഷൻസ് ഉണ്ടാവും. എന്തിനേറെ പറയണം, അതിന് പരസ്പരം എന്താ പറയാ റൊമാൻസ് ഷെയർ ചെയ്ത് അതിലൂടെ കുട്ടികളെ ഉണ്ടാക്കാൻ കഴിയും. അതായത് പുതിയൊരു ലോകത്തെ തന്നെ ഈ ഒരു ടെക്നോളജി വെച്ച് ഉണ്ടാക്കാൻ കഴിയും. സോ ആ ഒരു ടെക്നോളജി ഉണ്ടാക്കിയെടുത്തത് ഡോക്ടർ ഗോവും അവരുടെ ബോസും കൂടിയാണ്. എന്നാൽ ആ ഒരു ബോസ് ലേഡി ഇപ്പൊ കാണാനില്ല. സോ ആ കമ്പനിയുടെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഡോക്ടർ ഗോ മാത്രമാണ്. അതുകൊണ്ടാണ് കമ്പനിയുടെ ഒരാൾ ഇങ്ങോട്ടേക്ക് വന്ന് ഇത്രയും റിസ്ക് എടുത്തുകൊണ്ട് ഡോക്ടർ ഗോവിനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഡോക്ടർ ഗോവിനോട് ഹേജൂൺ പറഞ്ഞ സമയത്ത് ഈ ഗോ പറയാണ്, അതായത് ഇപ്പോഴും ആ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ഒരു ആർട്ടിഫിഷ്യൽ ബോഡിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ ഇതുവരെയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അത് ടെസ്റ്റിംഗ് പീരീഡിലാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വല്ലാത്ത രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ സമയത്ത് ഹേജൂൺ പറയണം, മാഡം നിങ്ങൾക്കും നിങ്ങളുടെ മകനും ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടണം, ഞങ്ങളുടെ കൂടെ നിൽക്കുകയല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു വഴിയില്ല എന്ന് പറയണം. ശരിയാണ്, ഡോക്ടർ ഗോവിന് മനസ്സിലായി ഇപ്പൊ വേറൊരു വഴിയില്ല ഇവിടെ. ഇതേ നേരം തന്നെ നമ്മുടെ ജിസു ചെറിയൊരു പണി ഒപ്പിക്കുകയാണ്. അവന്റെ പെയിന്റിൽ ചെറുതായിട്ടൊന്ന് അപ്പിയിടുകയാണ്. ഓക്കെ, കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് ഹേജൂൺ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു അപ്പാർട്ട്മെന്റിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ടോയ്ലറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നീട് ഹേജൂൺ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ ഹേജൂണിനെ ഈ ജോലി ഏൽപ്പിച്ച ആൾക്കാരെ അവൻ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയണം, സാറേ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല, എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അത് നേരം തന്നെ അവന്റെ കയ്യിൽ ഒരു ഗൺ ഉണ്ടായിരുന്നു, അതെല്ലാം അവൻ ലോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സമയത്താണ് ടോയ്ലറ്റിലേക്ക് പോയ ഗോ തിരിച്ചു വരുന്നത്. അപ്പൊ തന്നെ ഹേജൂൺ ആ ഒരു ഗണ്ണ് മറച്ചു വെക്കുകയാണ്. അതായത് ഈ ഹേജൂൺ എന്തൊക്കെയോ ഡോക്ടർ ഗോവിൽ നിന്ന് മറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേ നേരം തന്നെ ഹേജൂൺ ഡോക്ടർ ഗോവിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, മാഡം നിങ്ങൾ ഈ ഇമോഷണൽ ഇന്റലിജൻസ് അതിലാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ഏത് തരം ഇമോഷൻസ് ആണ് നിങ്ങൾ ഈ ഒരു റോബോട്ട്സിലേക്ക്, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻ
ബോഡിയിലേക്ക് കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ ഡോക്ടർ ഗു പറയാണ് നോർമൽ ആയിട്ട് ഒരു മനുഷ്യനുള്ള അതേ ഇമോഷൻസ് തന്നെ എന്തിനാണ് മാഡം പുതിയൊരെണ്ണം ട്രൈ ചെയ്തുകൂടെന്ന് ചോദിക്കുമ്പോൾ ഗു പറയാണ് എന്താണ് മനുഷ്യരുടെ ഇമോഷൻസിന് എന്താണ് ഒരു പ്രശ്നം. അപ്പൊ ഒരു പുച്ഛത്തിൽ ചിരിച്ചുകൊണ്ട് ഹേജോൺ പറയാണ് ഒരു കുഴപ്പമില്ല, സ്വാർത്ഥരായ മനുഷ്യന് ഏറ്റവും കൂടുതലുള്ള എമോഷൻ എന്ന് പറയുന്നത് അത് സ്വാർത്ഥതയാണ്. അത് നന്നായിട്ട് തന്നെ ഹേജോൺ അറിയാട്ടോ. ഇതേ നേരത്താണ് ഡോക്ടർ ഗു അവരുടെ അമ്മയെ വിളിക്കുന്നത്. അമ്മയോട് ഗു ചോദിക്കുന്നുണ്ട്, അമ്മേ അച്ഛാ നിങ്ങൾ സേഫ് അല്ലേ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഗുവിന്റെ അമ്മ അവളോട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, മോളെ ഞങ്ങൾ ഇവിടെ സേഫ് ആണ്, പക്ഷെ ഇനി മുതൽ ഞങ്ങളെ കുറിച്ച് ആലോചിച്ച് മോള് പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, ഒരേ ഒരു കാര്യത്തിൽ മാത്രം നീ ശ്രദ്ധ കൊടുത്താൽ മതി, നിന്റെ മകൻ ജിസു അവന്റെ കാര്യം നോക്ക്, ഞങ്ങൾ ഇവിടെ സേഫ് ആണെന്ന് വളരെ ശാന്തമായിട്ട് തന്നെ അവളുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ അതേ നേരം തന്നെ വലിയൊരു വെള്ളത്തിന്റെ തിരമാല അവിടെ വന്ന് അടിക്കുന്ന ആ ഒരു ശബ്ദം ഡോക്ടർ ഗു കേൾക്കുകയാണ്. അതായത് അവർ മരിച്ചു കഴിഞ്ഞു. അവർ എന്നല്ല, ഈ ഭൂമിയിൽ ഇനി അധികം ആർക്കും സർവൈവ് ചെയ്യാൻ കഴിയില്ല. എല്ലാവരുടെ മുന്നിലും ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് മരണം മാത്രമാണ്. എന്തായാലും ഇനി ഇവിടെ നിന്നോണ്ട് കാര്യമില്ലല്ലോ, നേരെ മുകളിലേക്ക് പോകണം. അവിടെയാണ് ഇവർക്ക് പോകാനുള്ള ഹെലികോപ്റ്റർ വരിക. പക്ഷെ അപ്പാർട്ട്മെന്റ് പുറത്തേക്ക് വന്ന സമയത്ത് ഗ്യാസിന്റെ പൈപ്പുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, എല്ലാത്തിലും ചെറിയ ക്രാക്കുകൾ വന്നിട്ട് ലീക്ക് ആവുകയാണ്. അതിൽ തീ ആളി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോർമൽ സ്റ്റെയർ ഉപയോഗിച്ചുകൊണ്ട് ഗോവിനും ഹേജൂണിനും മുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ തൊട്ട് മുകളിലുള്ള അപ്പാർട്ട്മെന്റിലേക്ക് എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറണം. ഹേജൂൺ കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറുകയാണ്. എന്നിട്ട് ഗോവിനോടും ജിസുവിനോടും മുകളിലേക്ക് വരാൻ പറയാണ്. ആദ്യം ജിസുവിനെ തരാൻ പറയുന്നുണ്ട്, അവ കൈ കാണിക്കുന്നുണ്ട്. എന്നാൽ ജിസു പറയാണ്, ഇല്ല അമ്മ ഞാൻ ഒറ്റയ്ക്ക് പോയില്ല, അമ്മയും കൂടെ വാന്ന് പറയണം. ഇപ്പൊ ഡോക്ടർ ഗു പറയണം, മോൻ ആദ്യം പോ, അമ്മ പിന്നാലെ വരാന്ന് പറയണം. അങ്ങനെ ജിസുവിനെ മുകളിലേക്ക് എത്തിച്ചു. എന്നാൽ ഡോക്ടർ ഗു മുകളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ കൈ തെന്നി താഴേക്ക് വീഴുകയാണ്. വെള്ളത്തിനടിയിലേക്ക് ആഴങ്ങളിലേക്ക് പോയെങ്കിലും എങ്ങനെയൊക്കെയോ ആ ഒരു ധൈര്യം കാരണം അവർ മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്. അവിടെ പൊന്തി കിടന്നിരുന്ന ഒരു വലിയ പ്ലാസ്റ്റിക്കിന്റെ ബോർഡിൽ പിടിച്ച് അവൾ അങ്ങനെ നീന്തി ആ ഒരു ബിൽഡിങ്ങിനോട് അടുത്തോണ്ടിരിക്കുകയാണ്. അതേ നേരം തന്നെ ഗു പറയുന്നുണ്ട്, ഹേജൂൺ ഞാൻ എങ്ങനെയെങ്കിലും മുകളിലേക്ക് വന്നോളാം, നീ മകനെയും കൂട്ടി ഏറ്റവും ടോപ്പിലേക്ക് പോയിക്കോ എന്ന് പറയണം. അങ്ങനെ ഒരു വിധത്തിൽ ഡോക്ടർ ഗു നേരെ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് വന്നു. സ്റ്റെയർ കേസ് വഴി മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലിഫ്റ്റിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി അതിന്റെ ഉള്ളിൽ ട്രാപ്പ് ആയിട്ടുണ്ടായിരുന്നു. അവള് രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് ഉറക്കനെ നിലവിളിച്ച് കരയുന്നുണ്ട്. ഗു പരമാവധി അങ്ങോട്ടേക്ക് ചെന്ന് ഞാൻ സഹായിക്കാൻ നിന്നെ ഇതൊക്കെ പറഞ്ഞ് ആ ഒരു ഡോർ തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും തുറക്കുന്നില്ല. ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വെപ്പൺ കിട്ടുമോ നോക്കാൻ വേണ്ടി അവള് നേരെ മുകളിലേക്ക് കയറി. എന്നാൽ ആ സമയത്തുണ്ട് രണ്ട് അപരാധികൾ. ഇവിടെ ലോകം നശിക്കുകയാണ്. അതിനിടയിൽ ഇവന്മാർ ആളില്ലാത്ത അപ്പാർട്ട്മെന്റിൽ പോയിട്ട് കക്കാൻ നോക്കുകയെന്നല്ല കട്ടിറ്റ് പുറത്തേക്ക് വരികയാണ്. എന്തായാലും കയ്യിൽ കിട്ടി എന്തോന്നെടുത്ത് ഡോക്ടർ ഗു താഴേക്ക് വരുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അവിടെ വെള്ളം കയറിയായിരുന്നു. മിക്കവാറും പെൺകുട്ടി ആ ഒരു ലിഫ്റ്റിന്റെ ഉള്ളിൽ വെച്ച് ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ടാവണം. അതേ നേരം തന്നെ മറ്റൊരു വേവ് കൂടെ അങ്ങോട്ടേക്ക് വരികയാണ്. ആ വെള്ളത്തിൽ ഗു വീണ്ടും പെട്ടുപോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ഫ്ലാഷ് ബാക്കിലേക്ക് വീണ്ടും നമ്മുടെ ഗു ഒന്ന് പോവുകയാണ്. അതായത് അന്ന് അപകടത്തില് വെള്ളത്തിലായി പോയിരുന്നല്ലോ ഗുവും അവളുടെ ഹസ്ബൻഡും ജിസുവും കൂടെ. ആ നേരം അവളുടെ ഹസ്ബൻഡ് പറഞ്ഞായിരുന്നു, നീ മുകളിലേക്ക് പോ, രക്ഷപ്പെട്, മകരുമായിട്ട് ഞാൻ വന്നോളാന്ന്. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞതുകൊണ്ട് ഗു നേരെ മുകളിലേക്ക് പോവാണ്. എന്നാൽ ഹസ്ബൻഡ് വരുമെന്ന് തോന്നുന്നില്ല, കാരണം അയാൾ അവിടെ ട്രാപ്പ് ആയി നിൽക്കുകയാണ്. അതുകൊണ്ട് ഗു വീണ്ടും താഴേക്ക് വന്നു മകനെ രക്ഷപ്പെടുത്തി. ഹസ്ബൻഡിനെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ആ സീറ്റ് ബെൽറ്റ് ട്രാപ്പ് ആയിരിക്കുകയാണ്. അതിൽ നിന്നും അയാൾക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവളുടെ ഹസ്ബൻഡ് പറയണ, നീ പൊയ്ക്കോ, മകനെയും കൂട്ടി മുകളിലേക്ക് പൊയ്ക്കോ. മറ്റൊരു വഴി ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ജിസുവിനെയും കൂട്ടി ഡോക്ടർ ഗു മുകളിലേക്ക് വന്നു. അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു. പക്ഷേ അവളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി. അതൊരു വല്ലാത്ത ഷോക്കായിരുന്നു ഡോക്ടർ ഗുവിന്. ഇപ്പോഴും ആ ഒരു ട്രോം അവളുടെ ഉള്ളിലുണ്ട് കേട്ടോ. വെള്ളത്തിൽ നിന്നും ശ്വാസം വിട്ടുമ്പോൾ ആ ഒരു ഓർമ്മകളാണ് അവളുടെ ഉള്ളിലേക്ക് വരുന്നത്. പെട്ടെന്ന് വെള്ളത്തിന്റെ മുകളിലേക്ക് ഗു വരുന്നുണ്ട്. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാലോ. എന്നാൽ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം. ലിഫ്റ്റിൽ പെട്ടുപോയ ആ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടില്ലല്ലോ. ഇതേ നേരത്താണ് ഹേജൂൺ വന്നിട്ട് അവള് വിളിക്കുന്നത്, ഡോക്ടർ ഗു നീ എന്താ ചെയ്യുന്നേ, ഒന്ന് വേഗം മുകളിലേക്ക് വാ, നിങ്ങളുടെ മകൻ ബോധം കിട്ട് താഴെ വീണിട്ടുണ്ട്, അവനെന്തോ വേദന കൊണ്ട് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഗു ഇത് കേട്ടപാട് ഞാൻ ഞെട്ടി മുകളിലേക്ക് വന്നു. നോക്കുമ്പോൾ ജിസുവിന് ബോധമില്ല, അവൻ നിലത്ത് കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം ചോദിക്കുമ്പോൾ അവന് ചെറിയൊരു പ്രശ്നമുണ്ട്, എപ്പോഴും മരുന്ന് കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ ആ ഒരു മരുന്ന് എവിടെയെന്ന് ഹേജൂൺ ചോദിക്കുമ്പോൾ അത് വെള്ളത്തിൽ എവിടെയോ മിസ്സായി പോയി. പിന്നീട് മകനെയും തോളത്തിരുത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ഗു. അപ്പൊ ഹേജൂൺ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യുന്നേ? അല്ല ഞാൻ എങ്ങനെയെങ്കിലും ഇവനിക്ക് വേണ്ട ആ ഒരു മരുന്ന് കണ്ടുപിടിച്ചോളാം, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. അപ്പൊ ഹേജൂൺ പറയാണ്, ഡോക്ടർ ഗു ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്ക്, നീ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മരുന്ന് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ഇതൊരു ഫാർമസി അല്ല, നോർമൽ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് മാത്രമാണ്. പിന്നെ വേറൊരു കാര്യം ഗു, നീ പേടിക്കേണ്ട, നിന്റെ മകൻ മരിച്ചു പോയാലും കുഴപ്പമില്ല, നമുക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാലോ. എന്നാൽ ഈ പറയുന്ന കാര്യമൊന്നും ഡോക്ടർ ഗു മൈൻഡ് ആക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്താണ് ഈ ഹേജൂൺ പറഞ്ഞത്, അവൻ മരിച്ചു പോയാലും തിരിച്ചു കൊണ്ടുവരാലോ എന്ന്. എന്തായിരിക്കും അതിന്റെ അർത്ഥം? തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ, മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഇപ്പൊ ഗു അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ഓടി കയറുകയാണ്. അവിടെ പ്രായമായ ഒരു അപ്പാപ്പനും അമ്മാമയും ഉണ്ടായിരുന്നു. കയറിയ വാർഡനെ ഡോക്ടർ ഗു അവരോട് ക്ഷമ ചോദിക്കുകയാണ്, ഒന്നും വിചാരിക്കരുത്, ഞാൻ കുറച്ച് സാധനങ്ങൾ എടുക്കുകയാണ്. പിന്നീട് വേഗം അടുക്കളയിലേക്ക് ചെന്ന് പഞ്ചസാരയും വേറെ എന്തൊക്കെയോ വെള്ളം ഇതൊക്കെ മിക്സ് ചെയ്ത് എന്തോന്ന് ഉണ്ടാക്കി ഗു ഇപ്പോൾ ജിസുവിന്റെ വായിലാക്കി കൊടുക്കുകയാണ്. മേ ബി ഷുഗർ ഡൗൺ ആവുന്ന പ്രശ്നം അങ്ങനെ എന്തോ ആയിരിക്കും. എന്നാൽ അപ്പോഴും അവൻ ഓക്കെ ആവുന്നില്ല കേട്ടോ. ഇത് കണ്ട് ആ സങ്കടത്തിൽ വീണ്ടും അവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഡോക്ടർ ഗു അവളുടെ ബോസിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വലിയ ആ ഒരു ട്വിസ്റ്റ് നമ്മളെ കാണിക്കുന്നത്. അതായത് ഡോക്ടർ ഗു അവളുടെ ബോസ്, ഇവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഹ്യൂമൻസിലേക്ക് എങ്ങനെ ഇമോഷണൽ ഇന്റലിജൻസ് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. വെറും ഒരു റിസർച്ച് മാത്രമല്ല അവർ നടത്തിയത്.
നടത്തിയത്. അവരതിൽ സക്സസ്ഫുൾ ആയിരുന്നു. അതിലൂടെ അവർ 2 കുട്ടികളെയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യലാക്കി ഉണ്ടാക്കിയ ആ ഒരു കുട്ടികൾക്ക് ഇവർ ഇമോഷൻസും കൊടുത്തിട്ടുണ്ട്. അതിലൊരു കുട്ടിയാണ് നമ്മുടെ ഗോവിന്റെ ജിസു. ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയെടുത്ത ഒരു കുട്ടി മാത്രമാണ് അവൻ. അതുപോലൊരു കുട്ടി അവളുടെ ബോസിന്റെ കയ്യിലും ഉണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ 2 കുട്ടികളെയും. അല്ലാതെ ഇവർ പ്രഗ്നന്റ് ആയി 10 മാസം ഗർഭം ധരിച്ചുണ്ടായിരുന്ന കുഞ്ഞുങ്ങളല്ല ഇവർ രണ്ടുപേരും. എന്നാൽ അന്നത്തെ ആ ഒരു അപകടം ഉണ്ടല്ലോ, ഡോക്ടർ ഗോവിന്റെ ഭർത്താവ് മരിച്ചില്ലേ, അതിനുശേഷം ഗോ തന്റെ കുഞ്ഞിനെ, അതായത് ജിസുവിനെ അവളുടെ ബോസിന് തന്നെ തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. എനിക്ക് ഇവനെ നോക്കാൻ കഴിയില്ല ഇനി. എന്നാൽ അവളുടെ ബോസ് പറയാണ്, ഡോക്ടർ ഗോ അധികം നാളൊന്നും നീ ഇവനെ നോക്കേണ്ടി വരില്ല. ഇതുണ്ടാക്കിയ ആ ഒരു കമ്പനി തന്നെ അധികം വൈകാതെ അവനെ ഏറ്റെടുത്തോളാം. നീ കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്ക് കഴിയാണ്. ഡോക്ടർ ഗോവിന്റെ മടിയിൽ ഇപ്പോഴും മകനുണ്ട്. അവന്റെ ബോധം വന്നിട്ടില്ല. അതായത് നമ്മുടെ ഗോവിന്റെ ഇപ്പോഴത്തെ കൺസേൺ അല്ലെങ്കിൽ വിഷമം എന്താന്ന് വെച്ചാൽ, അന്ന് അവൾക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ജിസു എന്ന ഈ ഒരു ആർട്ടിഫിഷ്യൽ കുഞ്ഞിനെ നോക്കാനായിട്ട്. എന്നാൽ അവളും അവളുടെ ആ ഒരു ബോസും കൂടെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു പുതിയ ടെക്നോളജി വെച്ച് ഈ ജിസുവിന് ഇമോഷൻസ് കൊടുത്തായിരുന്നു. അതായത് ഭർത്താവ് മരിച്ചതിന് ശേഷം ശരിക്കും ഒരു കുഞ്ഞിനെ പോലെ തന്നെ, ഒരു അമ്മയും കുഞ്ഞും തമ്മിൽ എങ്ങനെയാണോ ആ ഒരു അറ്റാച്ച്മെന്റ്, അതേ രീതിയിൽ തന്നെ ഗോവും ജിസു ആയി മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി ആ ഒരു കമ്പനി വന്ന് എന്റെ മകനെ തിരിച്ചു മേടിക്കോ ചോദിക്കോ എന്നുള്ള ആ ഒരു പേടി അവളുടെ ഉള്ളിലുണ്ട്. അവൾക്കത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എന്തായാലും ഇതേ നേരം തന്നെ നമ്മുടെ ജിസു കണ്ണ് തുറക്കുകയാണ്. ഇപ്പൊ ഗോവിന് സന്തോഷമായി. അവള് ചോദിക്കണം, മോനെ മോൻ പേടിച്ചു പോയോ? അപ്പൊ ജിസു പറയണം, ഇല്ല അമ്മ, അമ്മ എന്റെ കൂടെ ഇല്ലേ, അമ്മ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്കൊരു പേടിയില്ല അമ്മ എന്ന് പറയണം. ഈ നേരത്ത് ഡോക്ടർ ഗോവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് കേട്ടോ. അതേപോലെ തന്നെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അടച്ചുകുത്തി പെയ്തുകൊണ്ടിരുന്ന ആ ഒരു മഴ അതിപ്പോ ഇല്ല. മഴ ചെറുതായിട്ടൊന്ന് നിന്നിട്ടുണ്ട്. ആകാശത്തെല്ലാം നല്ല തെളിച്ചാണ്. ഒരു ശാന്തമായ അന്തരീക്ഷം. അങ്ങനെ ഒന്ന് കൂളായി നിൽക്കുന്ന ഡോക്ടർ ഗോവിന്റെ അടുത്തേക്ക് വന്നിട്ട് ഹേജോൺ ഒരു കാര്യം പറയുന്നുണ്ട്. ഡോക്ടർ ഗോ, ഒരു കാര്യം എനിക്ക് ഈ സമയത്തെങ്കിലും പറഞ്ഞാൽ മതിയാവുള്ളൂ. അതായത് നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. അതുപോലെ തന്നെ ജിസുവിനെ അവനുണ്ടാക്കിയ ആ ഒരു ലാബിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാനാണ് പ്ലാന്. ഇത് കേട്ട് ഡോക്ടർ ഗോ ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഇത്രയും നേരം ശാന്തമായിട്ടിരുന്ന ആ അന്തരീക്ഷം ഒറ്റയടിക്ക് മാറുകയാണ്. കാർമേഘങ്ങൾ ആകാശത്തിൽ നിറയാണ്. നേരത്തെ പെയ്തതിനേക്കാൾ ശക്തമായ മഴ അത് വീണ്ടും പെയ്യാണ്. ഗോ വേഗം തന്നെ മകന്റെ അടുത്തേക്ക് ഓടിച്ചില്ലാണ്. ജിസുവിനെ എടുക്കുകയാണ്. നേരെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്ക് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം ഗോ നേരത്തെ കയറി ചെന്ന ആ ഒരു അപ്പാർട്ട്മെന്റിലെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു വയസ്സായ അപ്പാപ്പനും അമ്മാമയും രണ്ടുപേരും വളരെ കൂളായിട്ടിരിക്കുകയാണ്. ആ അപ്പാപ്പനും അമ്മാമയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. നീ ഇത് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ലോകം അവസാനിക്കാൻ പോവുകയാണ്, എല്ലാവരും മരിക്കുകയാണ് എന്നുള്ള ആ ഒരു വിഷമമൊന്നും അവരുടെ ഉള്ളിൽ ഇല്ലാട്ടോ. എന്നാൽ അപ്പോഴേക്കും വലിയ തിരമാലകൾ അങ്ങോട്ടേക്ക് വരികയാണ്. ആ വെള്ളത്തിൽപ്പെട്ട് അവർ രണ്ടുപേരും മരണപ്പെടുന്നുണ്ട്. ഇതേ നേരം തന്നെ ഗു ജിസുവിനെ എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറുകയാണ്. കൂടെ തന്നെ ഹേജൂണും ഉണ്ട്. എന്നാൽ ആ സമയത്താണ് ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയും അവരുടെ ഹസ്ബൻഡും കൂടെ ആ ഫ്ലോറിലിരുന്ന് കരയുന്നത് ഇപ്പൊ ഗു കാണുന്നത്. ആ ഒരു ഹസ്ബൻഡ് ഉറക്കിന് വിളിച്ചു പറയുന്നുണ്ട്, ആരെങ്കിലും ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമോ, ഒന്ന് സഹായിക്കോ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ ആ നേരത്ത് ഡോക്ടർ ഗോവിന് അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് നോക്കി മൈൻഡാക്കാതെ മേലേക്ക് കയറില്ലാതെ വേറൊരു നിവർത്തിയില്ല. ഇതേ നേരം തന്നെ ജിസു ചോദിക്കുന്നുണ്ട്, അമ്മേ അവരെന്തിനാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഡോക്ടർ ഗോ പറയാണ്, മോനെ അത് പിന്നെ ആ സ്ത്രീക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോവാണ്, അതിന്റെ ആ ഒരു വേദനയിലാണ് അവർ കരയുന്നത്. അപ്പൊ ജിസു അമ്മയോട് സ്വാഭാവികമായിട്ട് തന്നെ ചോദിക്കണം, അപ്പൊ എന്നെ പ്രസവിക്കുന്ന നേരത്തും അമ്മ ഇതുപോലെ ഒരുപാട് വേദനയും കാര്യങ്ങളൊക്കെ അനുഭവിച്ചല്ലേ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലേ അമ്മയ്ക്ക് എന്നെ കിട്ടിയത്? എനിക്ക് എന്തോ അമ്മയോട് വീണ്ടും വളരെ ഇഷ്ടം തോന്നുക അമ്മേ. ഇത് പറഞ്ഞ സമയത്ത് ഗോവിന്റെ നെഞ്ചൊന്ന് പിടച്ചു പോവാണ്. കാരണം അവളിങ്ങനെ ഗർഭം ധരിച്ച് വേദന അനുഭവിച്ച് ഉണ്ടായ കുഞ്ഞൊന്നും അല്ലല്ലോ ജിസു, ജസ്റ്റ് ഒരു ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ. സോ ആ ഒരു നേരത്ത് മാനസികമായിട്ട് അവളൊന്ന് തകർന്നു പോവാണ് കേട്ടോ. അവിടെ ഒന്ന് ഇരുന്ന് പോവാണ്. ഇതേ നേരം ഹേജുൻ വന്നിട്ട് പറയാണ്, ഇരിക്കാൻ നേരമില്ല, ഒരു നില കൂടെ മുകളിലേക്ക് കയറണം, നീ വേഗം വാന്ന് പറയണം. പക്ഷെ പോകുന്ന നേരത്ത് ഹേജുനോട് ഗോ ഒരു വാക്ക് ചോദിക്കുന്നുണ്ട്, ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ കൂടെ എന്റെ മകനെയും കൊണ്ടുപോവോ? ഇപ്പൊ ഹേജുൻ പറയുന്നത്, ഡോക്ടർ ഗോ നിങ്ങൾ കാര്യം ഒന്ന് മനസ്സിലാക്കണം. അതായത് എനിക്കതിന് കഴിയില്ല, പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളുടെ മകനൊന്നും സംഭവിക്കില്ല, നിങ്ങൾ ധൈര്യമായിട്ട് മുകളിലേക്ക് വാന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരെയും കൂട്ടി നേരെ മുകളിലേക്ക് പോവാണ്. അപ്പോൾ കമ്പനിയുടെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഡോക്ടർ ഗോവിനെയും അതുപോലെ തന്നെ ജിസുവിനെയും കണ്ടപാട് രണ്ടുപേരെയും രണ്ട് സ്ഥലത്തേക്ക് കമ്പനിക്കാർ മാറ്റിയാണ്. അതായത് ഹേജൂൺ എന്ത് മിഷനാണ് ഏറ്റെടുത്തത് അതിവിടെ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ അവൻ ഇവിടുന്ന് തിരിച്ചു പോവാണ്. എന്നാൽ ഇതേ നേരത്ത് തന്നെ ഗു ഉറക്കനെ നിലവിളിക്കുന്നുണ്ട്, ഹേജൂൺ നീ വാക്ക് തന്നതാണ് എന്റെ മകനൊന്നും പറ്റില്ല എന്ന്, അപ്പൊ നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ? ഇതൊക്കെ പറഞ്ഞ് അവനോട് തട്ടിക്കയറുന്ന സമയത്ത് ഹേജൂൺ ഗുവിനെ തള്ളി മാറ്റുകയാണ്. എന്നിട്ട് പറയാണ്, നിന്റെ ബോസ് ഉണ്ടല്ലോ അവര് മിസ്സായതൊന്നുമല്ല, നിന്നെ പോലെ തന്നെ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയ ആ ഒരു മകനോട് അവർക്കെന്തോ ഭയങ്കര സ്നേഹം തോന്നി, ഒരിക്കലും അത് കമ്പനിയിലേക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടെ കണ്ണ് വെട്ടിച്ച് അവരെങ്ങോട്ട് ഒളിച്ചോടിയതാണ്. ഇപ്പൊ കമ്പനിയുടെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഈ ഒരു പ്രോഗ്രാം മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്തതാണ്. അവർക്ക് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിന്റെ മകൻ ജിസുവിനെ എന്തായാലും അവർക്ക് വേണം. അതുപോലെ തന്നെ ഡോക്ടർ ഗു നീ വല്ലാതെ അഭിനയിക്കൊന്നും വേണ്ട, നിനക്ക് നിന്റെ മകനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് നീ തിരിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു അഭിനയം? അപ്പൊ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ എന്ന് പറയണം. ഇതേ നേരം തന്നെ നമ്മുടെ ജിസുവിന്റെ മുടിയെല്ലാം മൊട്ടയടിച്ച് അവന്റെ തലയിൽ ചെറിയൊരു ഹോള് പോലെ ഉണ്ടാക്കി അതിൽ വയറ് കണക്ട് ചെയ്ത് അവന്റെ ആ ഒരു തലച്ചോറിലെ ഡാറ്റാസ് മുഴുവനും അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ജിസുവിന്റെ ആ ഒരു ഹ്യൂമൻ ബോഡി, ആർട്ടിഫിഷ്യൽ ബോഡി, അത് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ അവന്റെ തലച്ചോറിലെ ആ ഒരു മെമ്മറി, ഇമോഷനോട് കൂടി ഉണ്ടാക്കിയ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് മെമ്മറി, അതാണ് ഈ ഒരു കമ്പനിക്ക് വേണ്ടത്. ഈ നേരത്ത് ഡോക്ടർ ഗു കരഞ്ഞുകൊണ്ട് തന്നെ പറയണത്, ദയവ് ചെയ്ത് എന്റെ മകനെ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യല്ലേ,
ഇതുപോലെ പുതുതായിട്ടൊരു ആർട്ടിഫിഷ്യൽ ഹ്യൂമനെ എല്ലാത്തരം ഇമോഷനോട് കൂടി ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം, പക്ഷേ എന്റെ മകനെ മാത്രം എനിക്ക് തിരിച്ചതാ. ഇപ്പൊ ആ ഒരു കമ്പനിയുടെ ആള് വന്നിട്ട് ഡോക്ടർ ഗോവിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഡോക്ടർ ഗോ, ഇവനിപ്പോ നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് ഭൂമിയിലെ മറ്റൊരു ലാബിലേക്കോ ഒന്നുമല്ല. നമ്മൾ ഇവനെ എവിടെയും കൊണ്ടുപോകുന്നില്ല. ഇവന്റെ ആ ഒരു മെമ്മറി, ആ കോൺഷ്യസ്നെസ്, അത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഞങ്ങൾക്ക് അത് മാത്രം മതി. ഇനി ഈ ഭൂമിയിൽ സേഫ് ആയിട്ട് ഒരു സ്ഥലം പോലും ഇല്ല. ഞങ്ങളും നിങ്ങളും എല്ലാവരും ഇനി പോകുന്നത് സ്പേസിലേക്കാണ്. ഇപ്പൊ തൽക്കാലം സേഫ് ആയിട്ട് സ്പേസിൽ മാത്രമേ നിൽക്കാൻ കഴിയുള്ളൂ എന്ന് പറയണം. ശരിക്കും ഇത് കേട്ട് ഗോ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. അതായത് ഗോവിന് മനസ്സിലായി അവൾക്ക് എന്തായാലും ജിസുവിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പോഴേക്കും ജിസുവിന്റെ ആ ഒരു മെമ്മറി മുഴുവനായിട്ടും അവര് മറ്റൊരു ഡിവൈസിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ജിസു എന്ന ആ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ആർട്ടിഫിഷ്യൽ ബോഡി ഇവിടെ നശിക്കാൻ പോവുകയാണ്. ഡോക്ടർ ഗോ ആണെങ്കിൽ അവസാനമായിട്ട് തന്റെ മകൻ ജിസുവിനെ, ഒരു ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ ആണെങ്കിലും അതിനോട് വല്ലാതെ അറ്റാച്ച് ആയി പോകരുത്, അവനെ കെട്ടിപ്പിടിച്ച് ഒന്ന് കരഞ്ഞ് മകനോട് യാത്ര പറഞ്ഞ് പോവുകയാണ്. അതുപോലെ തന്നെ ആ കമ്പനിക്കാർ ഇവിടുന്ന് പോകുന്നതിന് മുന്നേയായിട്ട് മറ്റൊരു കാര്യം കൂടെ ചെയ്യാണ്. ഇതിനെല്ലാത്തിനും അവരെ ഹെൽപ്പ് ചെയ്ത ഹേജും അവൻ ഇനി വേണ്ട, അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. പിന്നീട് ഡോക്ടർ ഗോവിനെയും കൂട്ടിക്കൊണ്ട് ഹെലികോപ്റ്ററിൽ അവർ നേരെ പറന്നകലുന്നുണ്ട്. മാത്രമല്ല ആ ഏരിയ മുഴുവനായിട്ടും ഇപ്പൊ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ ഭൂമിയിൽ നിന്ന് കുറച്ച് റോക്കറ്റുകൾ സ്പേസിലേക്ക് പോവാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിലുള്ളൂ. അവർ മാത്രം രക്ഷപ്പെട്ടു. ബാക്കി ഭൂമിയിലുള്ള എല്ലാ ആൾക്കാരും മരണപ്പെട്ടു പോയി. ദ ഗ്രേറ്റ് ഫ്ലഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ഭൂമിയിൽ ഇപ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ. ഇതേ നേരം തന്നെ സ്പേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റോക്കറ്റിൽ ഒരു അനൗൺസ്മെന്റ് വരുന്നുണ്ട്. അതായത് ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസബൽ എന്ന ഒരു ലാബാണ്. മാത്രമല്ല അവരുടെ ആ ഒരു ടീം ലീഡർ പറയാണ് അധികം വൈകാതെ ഒരുപാട് 10,000-കണക്കിന് ഉൽക്കകൾ ഭൂമിയിലേക്ക് വന്ന് പതിക്കാൻ പോവുകയാണ്. അതായത് ഭൂമി ഇപ്പൊ തന്നെ ഇല്ലാതാകാൻ പോവാണ്. പക്ഷേ മനുഷ്യരാശി ഇവിടെ ഇല്ലാതാകുന്നില്ല. നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും മറ്റൊരു രീതിയിൽ. നമ്മുടെ ഇപ്പോഴത്തെ ശരീരം അതിന് ഒരുപാട് ഡിഫക്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു ശരീരം ഞങ്ങളുടെ കമ്പനി ഉണ്ടാക്കും. പക്ഷേ അതിനുള്ള ഇമോഷൻസും അതിന്റെ ആ ഒരു കോൺഷ്യസ്നെസ്സും ഇതെല്ലാം കൊടുക്കേണ്ടത് നീയാണ് ഡോക്ടർ ഗോ. അതുകൊണ്ട് എന്താണ് നീ ഇനി ചെയ്യേണ്ടതെന്ന് ഡോക്ടർ ഗോവിന് നന്നായിട്ട് അറിയാലോ എന്ന് അവളോട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും സാറേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അതായത് ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻ ബോഡീസ് അത് ഇനി ഡോക്ടർ ഗോ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അതിനുള്ള ആദ്യ പടി എന്ന രീതിയിൽ ഒരു അമ്മയും കുഞ്ഞിനെയാണ് ഉണ്ടാക്കേണ്ടത്. അതിനുള്ള കുഞ്ഞ് റെഡിയാണ്. ഡോക്ടർ ഗോവും അവളുടെ ബോസും കൂടെ ട്രെയിൻ ചെയ്ത് നമ്മുടെ ജിസുവിനെ റെഡിയാക്കി എടുത്തായിരുന്നല്ലോ. അതായത് അവന്റെ ആ ഒരു മെമ്മറിയിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതിന്റെ കൂടെ തന്നെ ഇമോഷൻസും ഉണ്ട്. സോ ഒരു ആർട്ടിഫിഷ്യൽ ബോഡിയിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അതൊരു പക്ക ഹ്യൂമൻ ആയിരിക്കും. സോ കുട്ടിയുടെ കാര്യം ഓക്കെ, എന്നാൽ ആ കുഞ്ഞിന് വേണ്ടി ഒരു അമ്മയെ കൂടെ ഉണ്ടാക്കണം. എന്നാൽ അതുപോലെ ഒരു അമ്മയെ ഉണ്ടാക്കിയിട്ട് അതിന് ട്രെയിനിങ് കൊടുത്ത് ഇമോഷൻസ് പതിയെ കൊടുത്ത് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ എടുക്കും. സോ ഇപ്പത്തെ ടൈമിൽ അത് പോസിബിൾ അല്ല. സോ ഇതിനു വേണ്ടി തന്നെ ഡോക്ടർ ഗു ഒരു വഴി കണ്ടെത്തുകയാണ്. നമ്മൾ അത്രയും വർഷം ഒരു ഹ്യൂമൻ ആർട്ടിഫിഷ്യൽ ബോഡിയെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരം നമ്മളൊരു സിമുലേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഓൾറെഡി ഇമോഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ കോൺഷ്യസ്നെസ് അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടല്ലോ. അതിന്റെ കൂടെ തന്നെ ഒരു അമ്മയുടെ കോൺഷ്യസ്നെസ് അങ്ങനെ ഒന്ന് നമ്മൾ ഉണ്ടാക്കി അതൊരു സിമുലേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സിമുലേഷൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഉള്ളിൽ വെച്ചിട്ട് അവർ ട്രെയിൻ ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗു അവളുടെ ആ ഒരു ഓർമ്മകൾ തന്നെ അതിലേക്ക് അവൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന ജിസുവിന്റെ ഓർമ്മകളും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സിമുലേഷൻ റൺ ചെയ്യും. അതായത് നമ്മൾ ഈ സിനിമയുടെ ആരംഭത്തിൽ കണ്ട ഒരു സംഭവങ്ങളുണ്ടല്ലോ, ആ വെള്ളപ്പൊക്കത്തിന്റെ തുടക്കം മുതൽ. സോ ആ ഒരു ഓർമ്മകൾ ഡോക്ടർ ഗോവിന്റെ ഉള്ളിൽ നിന്നെടുത്ത് അത് നേരെ സിമുലേഷനിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. അതായത് ആ സിമുലേഷനിൽ ഡോക്ടർ ഗോവിന് ജിസു എന്ന അവളുടെ മകനെ മിസ്സാവും. പിന്നീട് അവർ മകനെ തേടി കണ്ടുപിടിക്കണം. അത് നടക്കുന്നത് വരെ ആ സിമുലേഷൻ വീണ്ടും ഇനി കോടിക്കണക്കിന് പ്രാവശ്യമാണെങ്കിലും അത്രയും പ്രാവശ്യം അതിങ്ങനെ റൺ ആയിക്കൊണ്ടേയിരിക്കണം. ഫൈനലി ആ സിമുലേഷനിലെ ഡോക്ടർ ഗോവിന്റെ ആ ഒരു എന്താ പറയുക കോൺഷ്യസ്നെസ് തന്റെ മകനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഈ ഒരു മിഷൻ സക്സസ് ആയി കഴിഞ്ഞു. അതായത് ഓൾറെഡി ഒരു മകന്റെ ഇമോഷൻസിന് ഇവരുണ്ടാക്കി കഴിഞ്ഞു. ഒരു അമ്മയുടെ ഇമോഷൻ ഇതോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആകും. ഇത് കേട്ട ആ ഒരു കമ്പനിയുടെ ക്യാപ്റ്റൻ പറയാണ് ഓക്കെ നിന്റെ ഐഡിയ നല്ലതാണ്, പക്ഷെ ഇതെങ്ങാനും പാളിപ്പോയാൽ നമുക്കിനി സമയമില്ല, മനുഷ്യരാശി ഇതോടുകൂടെ ഇല്ലാതാവുമെന്ന് പറയാണ്. എന്നാൽ ധൈര്യമായിട്ട് തന്നെ ഡോക്ടർ ഗോ പറയാണ് ഞാൻ ഇതെന്തായാലും ചെയ്യും. ഇതേ നേരം തന്നെ ഇവരുടെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പേസ് ക്രാഫ്റ്റിലേക്ക് ഈ ഉൽക്കയുടെ ഒരു കഷ്ണം വന്ന് തട്ടുന്നുണ്ട്. അത് ബ്രേക്കായി അതിന്റെ ഒരു പീസ് ഇവരുടെ ഒരു സ്പേസ് ക്രാഫ്റ്റിൽ വന്ന് തട്ടുകയാണ്. എന്നാൽ ഇതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. പകരം ഡോക്ടർ ഗോ ചെയ്യാൻ പോകുന്ന ഒരു വർക്കാണ് കാണിക്കുന്നത്. അതായത് ഒരു സിമുലേഷൻ റൺ ചെയ്യാൻ പോകാന്ന് പറയുന്നില്ലേ, കാണാതായ ഒരു മകനെ തേടി അവനെ തേടി പോകുന്ന ഒരു അമ്മ. ആ ഒരു സിമുലേഷനാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിലെ ഒരു പ്രോഗ്രാമിംഗ് അത് കറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ ഗോവിന്റെ ആ ഒരു ഓർമ്മകൾ വെച്ചാണ്. സോ ആ സിമുലേഷന്റെ ആരംഭം തന്നെ നമ്മുടെ ഈ സിനിമയുടെ ആരംഭത്തിൽ എന്താണോ കാണിച്ചത് അത് തന്നെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന ഡോക്ടർ ഗോവിനെ കാണിച്ചുകൊണ്ടാണ്. പിന്നീട് അതിനുശേഷം ഉണ്ടായ എല്ലാ സംഭവം ഈ സിമുലേഷനിൽ അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരും. അവരുടെ മകനെ കാണാതാവും, മകനെ പിന്നീട് തേടി കണ്ടുപിടിക്കണം. അതിലൂടെ ഈ സിമുലേഷൻ സക്സസ് ആവും. അങ്ങനെ ആ ഒരു സിമുലേഷൻ സ്റ്റാർട്ട് ആവുകയാണ്. രാവിലെ എഴുന്നേറ്റു വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ കാണുകയാണ്. ആകെ പേടിച്ചു പോകുന്നുണ്ട് ഡോക്ടർ ഗോ. ഇതിനിടയിൽ ഡോക്ടർ ഗോവിന്റെ കയ്യിൽ നിന്ന് ടാബ് മേടിച്ചു കൊണ്ടുപോയിട്ട് ജിസു ചിത്രം വരച്ചായിരുന്നല്ലോ, ആ ചിത്രം കാണിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്ന് മാറിയെന്നേ, എനിക്ക് സമയമില്ല എന്ന് പറയാണ്. അതേ സമയത്ത് തന്നെ ഹേജോൻ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ആകെ ഡോക്ടർ ഗോ കൺഫ്യൂഷനിലാവുകയാണ്. കാരണം അത് ശരിക്കും അവളുടെ മകനല്ലല്ലോ, അതായത് ജിസു. അവനെ കൊണ്ടുപോകാൻ കമ്പനിക്കാരെന്തായാലും വരുമെന്ന് അറിയാം. സോ തുടക്കം മുതലേ ആ ഒരു ടെൻഷനിൽ തന്നെയായിരുന്നു നമ്മുടെ ഡോക്ടർ ഗോ. എന്നാൽ ആ കാര്യം നമുക്കറിയില്ലായിരുന്നു.
പക്ഷെ ഇപ്പൊ നമുക്കറിയാം എന്തുകൊണ്ടാണ് ആരംഭത്തിൽ തന്നെ, അതായത് രക്ഷിക്കാനായിട്ട് ഒരാൾ വന്നപ്പോഴും ഡോക്ടർ ഗോ ഇങ്ങനെ ടെൻഷൻ അടിച്ചെന്ന്. അതുപോലെ തന്നെ ചിത്രം കാണിക്കാൻ വേണ്ടി ജിസു വന്ന സമയത്ത് അവനെ ചീത്ത പറഞ്ഞായിരുന്നല്ലോ ഡോക്ടർ ഗോ. അപ്പൊ ആ ഒരു പരിഭവത്തിൽ അവനൊരു കബോർഡിന്റെ ഉള്ളിൽ പോയിട്ട് വിളിക്കുകയാണ്. ഇപ്പൊ അവന് വിളിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഗോ പോകുന്നുണ്ട്. അതേസമയം തന്നെ ഗോ മകനായിട്ടുള്ള ജിസുവിനോട് പറയുന്നുണ്ട്, മോനെ നിന്നെ ആര് വന്ന് വിളിച്ചാലും അവരുടെ കൂടെ പോകരുത്, എപ്പോഴും അമ്മയുടെ കൈ പിടിച്ച് അമ്മയുടെ കൂടെ തന്നെ ഉണ്ടാവണേ. അതുപോലെ തന്നെ നമ്മുടെ ജിസുവിന് എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ, എന്താ മോനെ എന്താ പറ്റിയെന്ന് അവനോട് ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മ എനിക്ക് എന്റെ വയസ്സ് കൂടാത്തതുപോലെ തോന്നുന്നു, ഞാൻ എന്നും ഈ ദിവസത്തിൽ തന്നെ ജീവിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയാണ്. അതായത് ഈ ഒരു സിമുലേഷൻ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ തവണയും സിമുലേഷൻ വർക്ക് ആവുന്ന സമയത്ത്, അത് ഫെയിൽ ആവുന്ന സമയത്ത് സിമുലേഷൻ വീണ്ടും റിപ്പീറ്റ് ആവും. ഇപ്പൊ തന്നെ ഡോക്ടർ ഗോവിന്റെ ആ ഒരു ടീഷർട്ടിലേക്ക് ഒന്ന് നോക്കിയേ, നമ്പർ എത്രയാ നോക്കിയേ, 491. അതായത് സിമുലേഷൻ ഇപ്പൊ 491ാമത്തെ പ്രാവശ്യമാണ്. എന്നാൽ ഡോക്ടർ ഗോവിന്റെ കോൺഷ്യസ്നെസ്സിന് ഇതൊന്നും അറിയില്ല കേട്ടോ. കാരണം ഓരോ തവണ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഇതാണ് ഫ്രഷ്, അല്ലെങ്കിൽ എന്താ പറയാ, ഇത് റിയാലിറ്റി ആണെന്നാണ് ഡോക്ടർ ഗോ വിചാരിക്കുന്നത്. എന്തായാലും മകനുമായിട്ട് പുറത്തേക്ക് വരികയാണ്. മേലത്തെ ഒരു ഫ്ലോറിലേക്ക് കയറാൻ നോക്കുകയാണ്, പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്പൺ സ്റ്റെയർ കേസിലൂടെ പോവാണ്. ആ സമയത്ത് വലിയൊരു തിരമാല വരുന്നുണ്ട്, അതിൽപ്പെട്ട് ഗോ മരണപ്പെട്ടു പോവാണ്. വീണ്ടും ഈ സിമുലേഷൻ തുടങ്ങുകയാണ്. ഇപ്പൊ ആ ഒരു ടീഷർട്ടിലെ നമ്പർ എന്ന് പറയുന്നത് 787 ആണ്. അതായത് 787ാമത്തെ പ്രാവശ്യം ഇപ്പൊ ആയി കഴിഞ്ഞു സിമുലേഷനെ. പിന്നീട് ഈ ഒരു സിമുലേഷനിൽ ഡോക്ടർ ഗോ മകന് നഷ്ടമായി, മകനെ തേടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹെയ്ജൂനെ കാണുന്നുണ്ട്. ഹെയ്ജൂൻ അപ്പോൾ അവളെ സഹായിക്കാന്ന് പറയാണ്. അവൻ ഇവിടെ ഒന്നുമില്ല, മുകളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ ഡോക്ടർ ഗോവിനോട് ഹെയ്ജൂൻ പറയുന്നുണ്ട്. എന്നാൽ ഗോവിന് അത് വിശ്വാസമാകുന്നില്ല. നിർബന്ധിച്ച് അവളെ മുകളിലേക്ക് കൊണ്ടുപോകാൻ നേരത്ത് ഗോ എന്താക്കി, ഹെയ്ജൂന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് തട്ടിപ്പറിക്കുകയാണ്. എന്നിട്ട് അവന് നേരെ ഗണ്ണ് ചൂണ്ടിയിട്ട് പറയുന്നത്, സത്യം പറ, നീ എന്താണ് എന്നിൽ നിന്ന് മറിക്കാൻ ശ്രമിക്കുന്നത്? അതേ നേരം തന്നെ അവിടുത്തെ ആ ഒരു ഗ്യാസ് പൈപ്പുകൾ മുഴുവനും ലീക്ക് ആവുന്നുണ്ട്, ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട്. ഈ സിമുലേഷനിലും നമ്മുടെ ഗോ ആ ഒരു ബ്ലാസ്റ്റിൽ പെട്ട് മരണപ്പെട്ടു പോവാണ്. വീണ്ടും അടുത്ത സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ റിപ്പീറ്റ് ആവുകയാണ്. അതായത് ഗോ മകനായിട്ടുള്ള ജിസുവിനെ തേടി നടക്കുകയാണ്, കാണാൻ പറ്റുന്നില്ല. ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു, ഹെയ്ജൂൻ രക്ഷപ്പെടുത്താൻ നോക്കുന്നു, വീണ്ടും മരണപ്പെടുന്നു. അടുത്ത സിമുലേഷൻ വീണ്ടും സ്റ്റാർട്ട് ആവുകയാണ്. ഇതേ സിറ്റുവേഷനിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഡോക്ടർ ഗോ വന്ന് പെടുന്നുണ്ട്. എന്നാൽ അവന്റെ കയ്യിൽ നിന്ന് സ്വയം പിടുത്തം വിടിയിപ്പിച്ച് ഇപ്പൊ ഡോക്ടർ ഗോ താഴേക്കെടുത്ത് ചാടുകയാണ്. അതായത് ഹെയ്ജൂൻ അവളെ ചതിക്കുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. എന്നാൽ വെള്ളത്തിൽ വീണപ്പോഴാണ് മുകളിലുണ്ടായിരുന്ന മകനായിട്ടുള്ള ജിസുവിനെ ഗോ കാണുന്നത്. എന്തായാലും ഞാൻ മുകളിലേക്ക് വരാന്ന് പറഞ്ഞിട്ട് ആ അപ്പാർട്ട്മെന്റിലൂടെ, അതായത് വെള്ളത്തിലൂടെ നീന്തി അപ്പാർട്ട്മെന്റിലേക്ക് എത്തി മുകളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ അന്ന് ലിഫ്റ്റിൽ കുടുങ്ങിയ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുമെന്ന് ചോദിച്ചായിരുന്നല്ലോ, ആ ശബ്ദം കേൾക്കുകയാണ്. അവളെ രക്ഷപ്പെടുത്താനായിട്ട് പരമാവധി ഗോ ശ്രമിക്കുന്നുണ്ടെങ്കിലും വെള്ളത്തിനടിയിൽപ്പെട്ട് ശ്വാസം മുട്ടി മരണപ്പെടുകയാണ്. സോ വീണ്ടും സിമുലേഷൻ റിപ്പീറ്റ് ആവുകയാണ്. അവസാനം നടന്നതുപോലെ തന്നെ വീണ്ടും ആ ലിഫ്റ്റിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, ആ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണ്. ഇത്തവണ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഡോക്ടർ ഗോ ആ ഒരു ലിഫ്റ്റിന്റെ വാതില് തുറന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുള്ളിൽ ആ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം ഒരു ലോങ് ഷോട്ടിൽ കാണിക്കുകയാണ്. അതായത് നമ്മൾ ഈ കാണുന്നത് സിമുലേഷൻ മാത്രമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ കാണിക്കുന്നുണ്ട്, കാരണം ഇത് റിയാലിറ്റി അല്ല എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയിട്ട് അവളോട് ഡോക്ടർ ഗോ പറയുന്നുണ്ട്, നീ എന്തായാലും ഏറ്റവും ടോപ്പിലേക്ക് പോയിക്കോ, എല്ലാവരും അവിടെയാണുള്ളത്. ഇനി നീ അവിടെ ചെന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ, അവിടെ വെച്ച് ചെറിയൊരു കുട്ടിയെ കാണുകയാണെങ്കിൽ അവനോട് പറയണം അവന്റെ അമ്മ അവനെ തേടി വരുന്നുണ്ട്. നീ അവൻ എവിടെയെങ്കിലും കണ്ടായിരുന്നോ എന്ന് ചോദിക്കണം. ഇപ്പൊ ആ ഒരു പെൺകുട്ടി പറയാണ്, അവസാനമായിട്ട് അവനോട് കുറച്ച് ആൾക്കാർ ഞാൻ സംസാരിക്കുന്നത് കണ്ടായിരുന്നു. എന്താ സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു പെൺകുട്ടി പറയാണ്, അത് പിന്നെ അവന്റെ വീട് ഏതാണ്, അതിന്റെ പാസ്കി ഏതാണ്, അങ്ങനെയൊക്കെയാ ചോദിച്ചത്. അപ്പൊ തന്നെ ഡോക്ടർ ഗോവിന് മനസ്സിലായി ഇത് ആ ഒരു കള്ളന്മാരാണെന്ന്. അതായത് റിയാലിറ്റിയിൽ അന്ന് മകനുമായിട്ട് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഡോക്ടർ ഗോ കണ്ടില്ലേ, ആ സംഭവം അവളുടെ മൈൻഡിലേക്ക് ഇപ്പൊ വരിക. നേരെ ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ നേരത്ത് ഡോക്ടർ ഗോവിന്റെ ടീഷർട്ടിലെ നമ്പർ നിങ്ങളൊന്ന് നോക്കിയേ, 4007. അതായത് ഈ സിമുലേഷൻ ഇപ്പൊ നടക്കുന്നത് 4007ാമത്തെ പ്രാവശ്യമാണ്. അതായത് ഇത്രയും പ്രാവശ്യം സിമുലേഷൻ റൺ ചെയ്തിട്ടും എവിടെയാണ് ജിസു ഒളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ എവിടെയാണ് എന്നുള്ളത് ഡോക്ടർ ഗോവിന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നേരെ അന്ന് ജിസുവിന് വയ്യാതായപ്പോ ഒരു അപ്പാപ്പനും അമ്മാമയും ഉണ്ടായിരുന്ന ആ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകണം. അവിടെ എത്തിയപ്പോ ഡോക്ടർ ഗോ അന്ന് കണ്ട ആ ഒരു കള്ളന്മാര് ഇവിടെ എത്തിയായിരുന്നു. അപ്പാപ്പനെയും അമ്മാമയും അവരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ കഴിഞ്ഞ സിമുലേഷനിൽ നടന്നൊരു കാര്യം അവൾക്ക് ഓർമ്മ വരികയാണ്. ഓൾറെഡി ഇങ്ങോട്ടേക്ക് അവൾ വന്നായിരുന്നു. ഈ മോഷണം തടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിൽ ആ കള്ളന്മാര് അവളെ കൊന്നിട്ടുണ്ടായിരുന്നു. ആ സെയിം സംഭവം തന്നെ ഇവിടെ റിപ്പീറ്റ് ആവാൻ പോവുകയാണ്. ഡോക്ടർ ഗോവിനെ ഇവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്യാണ്, മാത്രമല്ല റേപ്പ് ചെയ്യാൻ വരെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അധികം വൈകാതെ അവൾ മരിക്കും. അതുകൊണ്ട് തന്നെ ഈ സിമുലേഷന് ക്ലോസ് ആവാൻ പോവാണ്. എന്നാൽ അവസാന നിമിഷം ഡോക്ടർ ഗോ കയ്യിൽ കിട്ടിയ ഒരു ചിട്ടിക്ക് വെച്ച് അവന്റെ മണ്ടക്കിട്ട് ഒരൊറ്റ അടിയടിക്കുകയാണ്. ഈ നേരത്ത് അങ്ങോട്ടേക്ക് ഹെയ്ജൂണും അതുപോലെ തന്നെ ഡോക്ടർ ഗോ രക്ഷപ്പെടുത്തിയ ആ ഒരു പെൺകുട്ടിയും വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഹെയ്ജൂൺ കള്ളന്മാരോട് ചോദിക്കുകയാണ്, സത്യം പറയടാ, നിങ്ങളോടാണ് അവസാനമായിട്ട് ആ കുട്ടി, അതായത് ജിസു സംസാരിച്ചത്, അവൻ എവിടെയും ചോദിക്കുകയാണ്. രണ്ടുപേരും അറിയില്ല എന്ന് പറയാണ്. ഈ സമയത്ത് ഹെയ്ജൂൺ ചെയ്ത കാര്യം എന്താ അറിയോ, രണ്ടുപേരുടെയും കൈ ഒടിച്ച് രണ്ടെണ്ണത്തിനെയും വെള്ളത്തിലേക്ക് ഇടുകയാണ്. അതായത് നീന്തി രക്ഷപ്പെടാൻ പറ്റില്ല. ഈ നേരം ഒരു സംശയം തോന്നിയ ഹെയ്ജൂൺ പറയാണ്, അതായത് നമ്മൾ ഇത്രയും നോക്കിയിട്ടും ജിസുവിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവൻ എവിടെയോ കാണാതായി പോയതല്ല, അവൻ ഒളിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഡോക്ടർ ഗോവിനും സംശയം തോന്നുകയാണ്, എനിക്കറിയില്ല അവൻ ഒളിച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പെട്ടുപോയതാണോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാണ്. ഇതേ നേരം ആ അപ്പാപ്പനും അമ്മാമയും അവരുടെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ആ ചെറിയ പെൺകുട്ടി, അതായത് ഗോ രക്ഷപ്പെടുത്തിയ ചെറിയ പെൺകുട്ടി വന്നല്ലോ, ആ കുട്ടിയുടെ അപ്പാപ്പനും അമ്മാമയാണ് ഇത് കേട്ടോ. അപ്പൊ അവളോട് പറയാണ്, മോളെ നീ എന്തായാലും ഇവിടെ ഇരിക്കേണ്ട, മുകളിലേക്ക്
മുകളിലേക്ക് പോയിക്കോ, വലിയ പ്രളയം വരാൻ പോവുകയാണ്, അതിൽപ്പെട്ട് നീ മരിച്ചു. അപ്പൊ ആ ഒരു പെൺകുട്ടി പറയണ കുഴപ്പമില്ല, എന്തായാലും എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ഞാൻ അതിന് ശ്രമിക്കുന്നുമില്ല, അവസാനത്തെ ആ ഒരു കുറച്ച് നിമിഷം ഞാൻ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്തോളാന്ന് പറയണം. അവിടെ ഇപ്പൊ മറുത്തൊന്നും ഡോക്ടർ ഗോവിന് പറയാനും പറ്റുന്നില്ല. ഇപ്പൊ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ഹേജൂൺ ഡോക്ടർ ഗോവിനെ വിളിക്കാണ്. നമ്മൾ എന്തായാലും നിന്റെ മകനെ നോക്കി ഇനി നടന്നിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും മുകളിലേക്ക് പോകാം. നിനക്കറിയാലോ ആ ഒരു കമ്പനിക്കാര് നിന്റെ മകനെ കണ്ടുപിടിച്ചാൽ എന്തായാലും നിനക്ക് അവനെ കിട്ടാൻ പോകുന്നില്ല, സോ എന്തിനാ ഈ റിസ്ക് എടുക്കുന്നത്? എന്നാൽ ഡോക്ടർ ഗോ പറയാണ്, പ്ലീസ് ദയവ് ചെയ്ത് എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിച്ചതാ, ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ഒരു കാര്യം ചെയ്യ്, നീ ഒരു വഴിക്ക് പോ, ഞാൻ മറ്റൊരു വഴിക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഈ ഹേജൂനെ ഒരുപാട് തവണ പരിചയമുള്ളത് പോലെ ഡോക്ടർ ഗോ പെരുമാറുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയത്ത് ഹേജൂന് സംശയം തോന്നുകയാണ്, ഇതെന്താ ഇങ്ങനെ? അതായത് ഹേജൂനും അറിയില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെറും ഒരു സിമുലേഷൻ ആണെന്ന്. ഇപ്പൊ മുകളിൽ നിന്നുള്ള ഒരു ഷോട്ട് വീണ്ടും കാണിക്കുകയാണ്. അതായത് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താണ്, ഇറ്റ്സ് നോട്ട് എ റിയാലിറ്റി, ഇതൊരു സിമുലേഷൻ മാത്രമാണ്. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും, ഡോക്ടർ ഗോവിനും ഹേജൂനും അറിയില്ല ഇതൊരു സിമുലേഷൻ ആണെന്ന്. എന്തായാലും ഗോ മുകളിലേക്ക് അങ്ങനെ പോവാണ്. ഇത്തവണ അവളുടെ ആ ഒരു ടീഷർട്ടിലെ നമ്പർ എന്ന് പറയുന്നത് 7900 സംതിങ് ആയിട്ടുണ്ട്. സോ അത്രയും തവണ ഈ സിമുലേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയെ കാണുകയാണ്. അവർ സഹായം ചോദിക്കുന്നുണ്ട്. ഇത്തവണ ഡോക്ടർ ഗോ അങ്ങോട്ടേക്ക് ചെന്ന് അവരെ സഹായിക്കുന്നുണ്ട്. ആ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന തുണിയെല്ലാം വെച്ച് ആ ഒരു കുഞ്ഞിനെ പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്തായാലും സഹായത്തിന് അവളുടെ ഹസ്ബൻഡ് എത്തിയല്ലോ. ആ നേരം ഡോക്ടർ ഗോ ഇവിടുന്ന് പോവാണ്. ഇതേ നേരം ആ ഒരു ഹസ്ബൻഡ് ഭാര്യയോട് പറയുന്നത് നമ്മുടെ ഗോ കേൾക്കുന്നുണ്ട്. അതായത് ഇങ്ങനൊരു സുനാമി വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പലതവണ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കാര്യം കേട്ടപ്പോൾ ഡോക്ടർ ഗോവിന് മറ്റൊരു കാര്യം ഓർമ്മ വരുവാണ്. അതായത് അവളുടെ മകനായിട്ടുള്ള ജിസു ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവൻ സ്വപ്നത്തിൽ ഓരോ കാര്യങ്ങൾ കാണാറുണ്ട്, അതെല്ലാം ഞാൻ ആ ഒരു ടാബിൽ വരച്ചു വെച്ചിട്ടുണ്ടെന്ന് ജിസു അമ്മയോട് എപ്പോഴും പറയായിരുന്നു. എന്നാൽ ഇന്നേ വരെ അതെന്താണ് ആ ഒരു ചിത്രം എന്ന് ഇതുവരെയായിട്ടും ഡോക്ടർ ഗോ നോക്കിയിട്ടില്ല. ഇപ്പൊ ആ ഒരു ചിത്രം എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ട സമയത്ത് ഗോ ഞെട്ടിപ്പോവാണ്. അതായത് അവസാനമായിട്ട് നമ്മുടെ ജിസുവിനെ കെട്ടിപ്പിടിച്ച് ഡോക്ടർ ഗോ യാത്ര പറയുന്നുണ്ടല്ലോ. ആ നേരത്ത് ഡോക്ടർ ഗോവിന്റെ പിന്നിൽ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. സോ ആ വിഷ്വലാണ് ജിസുവിന് പലതവണ സ്വപ്നത്തിൽ വന്നിട്ടുള്ളത്. സോ ആ കാര്യമാണ് അവൻ വരച്ചു വെച്ചിരിക്കുന്നത്. അതൊരു പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം. ഈ സമയത്താണ് ഡോക്ടർ ഗോവിന് ആ ഒരു കാര്യം മനസ്സിലാവുന്നത്. ഇത് ഒരു തവണയല്ല, ഒരുപാട് പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന എന്തോ ഒരു സംഭവമാണ്. ഇതൊരു സിമുലേഷൻ ആണെന്ന് ഇപ്പോഴും അവൾക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇനി ആ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ കബോർഡിൽ തന്നെ അവന് ഉണ്ടാവുമോ? അവന് സങ്കടം വന്നാലും ദേഷ്യം വന്നാലൊക്കെ അതിന്റെ ഉള്ളിൽ പോയിട്ടാണ് അവൻ ഒളിക്കാറ്. എന്നാൽ വേഗം തന്നെ ഗോ ചെന്ന് തുറന്നു നോക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ അവൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ ആൾക്കാർ അങ്ങോട്ടേക്ക് വരികയാണ്. ഗോവിനെ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. അവളുടെ ദേഹത്ത് മയക്കുമരുന്ന് കുത്തിവെച്ച് അവളെ ബോധം കെടുത്തുകയാണ്. എന്നാൽ ഇതെല്ലാം ഓൾറെഡി സംഭവിച്ച കാര്യങ്ങളാണ്. അതുപോലെ എല്ലാം കഴിഞ്ഞ് അവസാനം കമ്പനിയുടെ ആൾക്കാർ ഈ ഹേജൂനെ വെടിവെച്ച് കൊല്ലുന്ന ആ ഒരു കാര്യം വരെ ഇപ്പോൾ ഈ ഡോക്ടർ ഗോവിന്റെ മൈൻഡിൽ, മീൻസ് ആ സിമുലേഷനിൽ ഉണ്ടാക്കി വെച്ച ആ ഒരു ക്യാരക്ടറിന്റെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് തന്നെ മയക്കം പോകാൻ നേരത്ത് ഡോക്ടർ ഗോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തായാലും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ എന്താണ് പറയുന്നത് ഗോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഹേജൂൻ പറയണം, നിനക്ക് എന്നെ ഓർമ്മയില്ലേ? എന്നെ കണ്ടതായിട്ട് ഒട്ടും ഓർമ്മയില്ലേ? ഒന്നും മനസ്സിലാവാതെ ഹേജൂൻ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോ ഡോക്ടർ ഗോ അവരുടെ ആ ഒരു ടീഷർട്ടിലെ നമ്പർ കാണിച്ചു കൊടുക്കുകയാണ്. 13,000 ചില്ലവനായിട്ട് ആയിട്ടുണ്ട്. അതായത് സിമുലേഷൻ ഇത്രാമത്തെ പ്രാവശ്യമാണ് ഇവിടെ റിപ്പീറ്റ് ആവുന്നത്. വ്യക്തമായിട്ട് ഹേജൂൺ ഒന്നും മനസ്സിലായില്ലെങ്കിലും ചെറുതായിട്ട് ചെറിയ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഗോവിനെ പിടിക്കാൻ വന്ന ആ ഒരു ഗാർഡിനെ ഹേജൂൺ തന്നെ അടിച്ചിടുകയാണ്. എന്നിട്ട് അവളുമായിട്ട് കുറച്ചും കൂടെ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഹേജൂണോട് എല്ലാ കാര്യങ്ങളും ഡോക്ടർ ഗോ പറയാണ്. അതായത് ഇത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിമുലേഷൻ മാത്രമാണ്. എന്റെ ടീഷർട്ടിൽ ഈ നമ്പർ കണ്ടോ? ഇത്രയും പ്രാവശ്യം ഞാൻ എന്റെ മകനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വേറൊരു കാര്യം, ഇവിടെ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് തന്നെ ഓരോ സിമുലേഷൻ നടക്കുമ്പോഴും ജിസുവിന് എന്റെ മകന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവൻ എവിടെയോ പോയിട്ട് ഒളിച്ചിരിക്കുന്നത്, ആ ഒരു കമ്പനിയുടെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ബട്ട് എവിടെയാണ് അവൻ ഒളിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവസാനം ഞാനത് കണ്ടുപിടിച്ചു. അതായത് ഏറ്റവും ടോപ്പിലെ നിലയിൽ ഒരു കബോർഡ് ഉണ്ട്, മിക്കവാറും അതിന്റെ ഉള്ളിലായിരിക്കും. അങ്ങോട്ടേക്ക് ഇതുവരെയായിട്ടും ഇവർ രണ്ടുപേരും പോയിട്ടില്ല. സോ ഡോക്ടർ ഗുവും അതുപോലെ തന്നെ ഹേജോൺ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ അത്ര എളുപ്പമായിരുന്നില്ല മുകളിൽ പോയിട്ട് ആ ഒരു ഗാർഡ്സിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവിടെ പോയിട്ട് ജിസുവിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന ആ ഒരു ഫൈറ്റിൽ ഡോക്ടർ ഗുവും ഹേജോണും മരണപ്പെടുന്നുണ്ട്. എന്നാൽ ഇതാദ്യമായിട്ടല്ല, ഇതുപോലെ ഒരുപാട് തവണ നടന്നു കഴിഞ്ഞു. മുകളിലേക്ക് പോകും, ഇവർ രണ്ടുപേരും മരിച്ചു പോകും. സോ ഈ കാര്യം ഡോക്ടർ ഗോ ഇപ്പോൾ ഹേജോണോട് പറയാണ്. അപ്പൊ മുകളിലേക്ക് പോകാൻ വേറൊരു വഴിയില്ലേ, എന്തായാലും നമ്മൾ അവരുടെ കയ്യിൽ പെടും, മരണപ്പെട്ടു പോകും. മാത്രമല്ല ഹേജോണ് ഇപ്പൊ ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയി. എനിക്കറിയണം ഈ സിമുലേഷന്റെ അവസാനം അതെന്താ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിന്റെ കൂടെ ഞാൻ എന്തിനും ഏതിനും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇത്തവണ എല്ലാ രഹസ്യങ്ങളും ഡോക്ടർ ഗോ ഹേജോണ് പറഞ്ഞു കൊടുത്ത് രണ്ടുപേരും കൂടെ മുകളിലേക്ക് പോവാണ്. അതായത് ഒരുപാട് സിമുലേഷൻസ് റിപ്പീറ്റ് ആയിട്ടുണ്ടെങ്കിലും ഹേജോണ് ഇതൊന്നും അറിയില്ലായിരുന്നു. ഇത് സിമുലേഷൻ ആണ്, റിപ്പീറ്റ് ആയി നടക്കുകയാണ്, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഇതൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹേജോൺ പറയാണ്, നമ്മൾ എപ്പോഴും പോകുന്ന വഴിയിലൂടെ ഇത്തവണ പോണ്ട മറ്റൊരു വഴിയിലൂടെ പോകാന്ന്. സോ ബിൽഡിങ്ങിന്റെ സൈഡിലൂടെ വലിഞ്ഞു പിടിച്ച് മുകളിലേക്ക് പോകേണ്ട രണ്ടുപേരും. എന്നാൽ ആ സമയത്തും അവളുടെ പിന്നാലത്തിന്റെ ഗാർഡുകളുണ്ട്. അതിന്റെ കൂടെ തന്നെ അങ്ങോട്ടേക്ക് ഒരു തിരയും വന്നടിക്കുന്നുണ്ട്. എല്ലാവരും അതിന്റെ ഉള്ളിൽ പെട്ടുപോവാണ്. ഇതൊരു സിമുലേഷൻ പോലെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഡോക്ടർ ഗോ അവസാനം മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരെ ആ ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന ഉപേക്ഷിക്കപ്പെട്ട പഴയ ഒരു അലമാര ഉണ്ടായിരുന്നു, അതിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അത് തുറക്കുകയാണ്. അതായത് ഇത് എത്രാമത്തെ തവണയാ? എത്രയോ ആയിരക്കണക്കിന് സിമുലേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം
ശേഷമാണ് ഈ അലമാരയുടെ അടുത്തേക്ക് ഡോക്ടർ ഗു എത്തുന്നത്. അലമാര തുറക്കുകയാണ്. തുറന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ജിസു ഉണ്ടായിരുന്നു. അവനിപ്പോ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജിസുവിനോട് പറയണം, മോനെ നീ വരച്ച ആ ഒരു ചിത്രം കുറച്ച് മുന്നേ കണ്ടായിരുന്നെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ എനിക്ക് നിന്നെ കണ്ടുപിടിക്കായിരുന്നു. നീ എന്തിനാടാ ഇവിടെ വന്നിങ്ങനെ ഒളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് ജിസു ഒരു കാര്യം പറയുന്നുണ്ട്. അമ്മ, ഞാൻ ഒളിച്ചിരുന്നതല്ല, അമ്മ തന്നെയാണ് എന്നോട് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞത്. അതായത് സംഭവം എന്താണെന്നറിയോ, റിയൽ ആയിട്ടുള്ള സമയത്ത് ആ ഒരു റിയാലിറ്റിയിൽ ഡോക്ടർ ഗു ജിസുവിനെ പിരിഞ്ഞു പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനൊന്ന് ആശ്വസിപ്പിക്കണ്ടേ. എന്തായാലും ഒരു കാരണവശാലും ഇത്രയും ഗാർഡ്സിന്റെ ഇടയിൽ കൂടെ മകനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് അവളെ കൊണ്ട് കഴിയില്ല. സോ അവസാന മകനോട് ഒരു ആശ്വസിപ്പിക്കൽ എന്ന രീതിയിൽ ചുമ്മാ അവള് പറഞ്ഞതാണ് അവന്റെ ചെവിയിൽ, മോനിക്ക് എന്തെങ്കിലും പന്തികേട് തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇതാ ആ കാണുന്ന കബോർഡിന്റെ ഉള്ളിലേക്ക് ഓടിപ്പോയിട്ട് ഒളിച്ചിരുന്നു, എന്തായാലും മോനെ രക്ഷപ്പെടുത്താനായിട്ട് അമ്മ വരും കേട്ടോ. അതായത് ഗു വെറുതെ പറഞ്ഞതാണ്. എന്നാൽ അവന്റെ മൈൻഡിൽ അത് സെറ്റായി പോയി. ഇത്രയും സിമുലേഷൻ റിപ്പീറ്റ് ആയിട്ട് നടന്നിട്ടും അവൻ ഇതേ കാര്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്യാണ്. അതായത് അമ്മ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ അവൻ ആ ഒരു പെട്ടിയുടെ ഉള്ളിൽ കാത്തിരിക്കുകയാണ്. എന്തായാലും അവസാനം ഈ സിമുലേഷൻ വിജയിക്കുകയാണ് കേട്ടോ ഡോക്ടർ ഗു. അതായത് ആ അമ്മ മകനെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇതേ നേരം തന്നെ റിയാലിറ്റിയിൽ കാണിക്കുകയാണ്. അതായത് ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്പേസ് ക്രാഫ്റ്റിലേക്ക് എന്തോ വന്ന് ഇടിച്ചു എന്ന് പറയുന്നില്ലേ, ആ അപകടത്തിൽ നമ്മുടെ ഡോക്ടർ ഗോവിന്റെ വയറ്റിൽ ഒരു മുറിവുണ്ടായി. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും മരണപ്പെടും. മാത്രമല്ല നമ്മൾ ഇത്രയും നേരം കണ്ട ഒരുപാട് ആ ഒരു സിമുലേഷൻസ് അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് കേട്ടോ അതൊക്കെ നടന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാം അല്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതിന്റെ ഉള്ളിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പൊ റിയാലിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോവിന് മനസ്സിലായി അവൾ എന്തായാലും മരണപ്പെടുമെന്ന്. അതുകൊണ്ട് അവളുടെ ആ ഒരു ബോഡിയും അവളുടെ ആ ഒരു കോൺഷ്യസ്നെസ് എല്ലാം ആ ഒരു കമ്പനിയോട് ഉപയോഗിച്ചു എന്ന് പറയാണ്. അതുകൊണ്ട് ഗോ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അവളുടെ ആ ഒരു മെമ്മറി മുഴുവനും ഒരു മെഷീന്റെ ഉള്ളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇതിനുശേഷം വീണ്ടും ആ ഒരു സിമുലേഷൻ കാണിക്കുകയാണ്. അതായത് അവസാനത്തെ ആ ഒരു സിമുലേഷൻ ഡോക്ടർ ഗോ ജിസുവിനെ കണ്ടുപിടിച്ചു. എന്തായാലും അപ്പോഴേക്കും ഗാർഡുകൾ അങ്ങോട്ടേക്ക് വരികയാണ്. അതിന്റെ കൂടെ തന്നെ അതിഭീകരമായിട്ടുള്ള ഒരു തിരമാലയും. ഇപ്പൊ ഗാർഡിന്റെ കയ്യിൽ പെട്ടുപോയ ഡോക്ടർ ഗോ പറയാണ്, അതായത് ജിസുവിനെ നോക്കിയിട്ട് പറയാണ്, മോനെ നീ ഒന്നും നോക്കണ്ട, മോനിക്ക് നീന്താൻ ഇഷ്ടമല്ലേ, വെള്ളത്തിലേക്ക് എടുത്ത് ചാടിക്കോ, മോൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഈ സിമുലേഷൻ നടക്കുമ്പോൾ തന്നെ യഥാർത്ഥ റിയാലിറ്റിയിൽ നടന്ന ഒരു ഫ്ലാഷ് ബാക്കും ഇപ്പൊ അതിന്റെ കൂടെ കാണിക്കുന്നുണ്ട്. അതായത് ഇമോഷൻസ് ആയിട്ടുള്ള ഹ്യൂമൻ ഇന്റലിജൻസ് അത് ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു പ്ലാൻ അവളുടെ ബോസിനോട് ആദ്യമായിട്ട് പറഞ്ഞത് തന്നെ ഗോ ആണ്. അതെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ അവൾക്ക് ഉണ്ടായിരുന്നു. അതായത് പൂർണ്ണ വലുപ്പം എത്തിയ ഒരു ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ ബോഡി ഉണ്ടാക്കി അതിലേക്ക് ഇമോഷണൽ ഫീലിംഗ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ആവണമെന്നില്ല. എന്നാൽ അതിന് പകരം ഒരു കുഞ്ഞിനെ ആർട്ടിഫിഷ്യൽ ആക്കി ഉണ്ടാക്കിയെടുത്ത് അതിന് ഇനീഷ്യലി കുറച്ച് പ്രോഗ്രാമിംഗ് ചെയ്തു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇമോഷണൽ പ്രോഗ്രാമുകൾ കൂടെ കൊടുക്കുക. അതിനുശേഷം പതിയെ അതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം. ഇങ്ങനെയുള്ള ഈ ഐഡിയ ശരിക്കും ഉണ്ടാക്കിയത് തന്നെ ഡോക്ടർ ഗോ ആണ്. സത്യം പറയുകയാണെങ്കിൽ 100% അത് വർക്ക് ആവുകയും ചെയ്തു. പക്ഷെ ആ ഒരു കുഞ്ഞിനെ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുഞ്ഞിനെ ഇവർ വളർത്തുന്ന സമയത്ത് ജിസു ചെറിയ പ്രായത്തിലൊക്കെ ഒരു ഇമോഷനും ഇല്ലാത്ത പക്ക ഒരു ആർട്ടിഫിഷ്യൽ ഹ്യൂമനെ പോലെ തന്നെയായിരുന്നു. എന്നാൽ പതിയെ ജിസു മാറാൻ തുടങ്ങി, അവന് ഇമോഷൻസ് വരാൻ തുടങ്ങി. ഡോക്ടർ ഗോ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അങ്ങനെ അവൾ വിചാരിച്ചതുപോലെ തന്നെ നല്ല ഇമോഷൻസ് ഉള്ള ഒരു കുഞ്ഞായിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പോലെ തന്നെ ജിസു മാറുകയാണ്. അവനുമായിട്ട് നേരെ ഡോക്ടർ ഗോ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോണ്. രണ്ടുപേരും സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെ അതിനെ കണ്ട് അതിനെ വളർത്താൻ തുടങ്ങുകയാണ് കേട്ടോ. മാത്രമല്ല ഡോക്ടർ ഗോവിന്റെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് സ്വന്തം അച്ഛൻ മരിച്ചാൽ എങ്ങനെയാണോ ഒരു കുഞ്ഞിന് വിഷമം ഉണ്ടാവുക, അതുപോലെ ആ ഒരു കുഞ്ഞ് വാവിട്ട് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതിനുശേഷം ജിസുവിനെ ഒരു ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ ആയിട്ട് കാണാതെ ശരിക്കും ഒരു മനുഷ്യനായിട്ട് തന്നെ ഗോ കാണാൻ തുടങ്ങിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവളുടെ ഐഡിയ, പ്ലാനിങ് ഇതെല്ലാം 100% വർക്കായി സക്സസ് ആയി. ഇതിനുശേഷം ആ ഒരു സിമുലേഷൻ കാണിക്കുകയാണ്. ആ ഒരു വലിയ വെള്ളത്തിലേക്ക് മകനായിട്ടുള്ള ജിസുവിനോട് ഗോ എടുത്ത് ചാടാൻ പറഞ്ഞല്ലോ, അതിന്റെ കൂടെ തന്നെ ഗാർഡിനെ വെട്ടിച്ച് അവളും വന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ് കേട്ടോ. ഇതേ നേരം വലിയൊരു സുനാമി വരുന്നുണ്ട്. അത് കാണിച്ചുകൊണ്ട് സിമുലേഷൻ ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ്. ഇതിനുശേഷം സ്പേസിലേക്ക് പോയ ആ ഒരു സ്പേസ് ക്രാഫ്റ്റ് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഡോക്ടർ ഗു ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയി. എന്നാൽ അവളുടെ ആ ഒരു കോൺഷ്യസ്നെസ്സും അതുപോലെ തന്നെ ജിസു അവന്റെ കോൺഷ്യസ്നെസ് ഓൾറെഡി റെഡി ആണല്ലോ. ഇമോഷണലി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് ആണ്. ആ ഓർമ്മകളും എല്ലാം ഇവിടെ സ്റ്റോർ ആണ്. സോ ഇതെല്ലാം പുതുതാക്കി ഉണ്ടാക്കിയെടുത്ത ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ജിസുവിന്റെ ബോഡിയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഗോവിന്റെ ആ ഒരു ഓർമ്മകളും അതിന്റെ കൂടെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഇമോഷൻസ് ഉണ്ടാക്കിയെടുത്തല്ലോ. സോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പരുവത്തിലാക്കി അങ്ങനെ അവസാനം ഒരു യഥാർത്ഥത്തിലുള്ള ഡോക്ടർ ഗോവിനെയും ജിസുവിനെയും ഉണ്ടാക്കിയെടുക്കാണ് ആ ഒരു കമ്പനി. എന്നാൽ അവരുടെ ശരീരം മാത്രമേ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൂ. അവരുടെ ആ ഒരു മൈൻഡ് പ്യോർലി പണ്ടത്തേതുപോലെ തന്നെയാണ്. അതായത് അവസാനമായിട്ട് സംഭവിച്ച ആ ഒരു കാര്യം വരെ ഇവരുടെ മൈൻഡിലുണ്ട്. അതായത് ആ സിമുലേഷനിൽ ഡോക്ടർ ഗോവും ജിസുവും വെള്ളത്തിലേക്ക് എടുത്തു ചാടിയില്ലേ, അതുവരെ അവരുടെ മൈൻഡിലുണ്ട്. ഇപ്പൊ ജിസു അമ്മയോട് പറയണം, അമ്മേ അവസാനമായിട്ട് നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് എടുത്തു ചാടി നീന്തിയില്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ ഭൂമിയിലേക്ക് ഒരുപാട് ഉൽക്കകൾ വന്ന് വീണ് കഴിഞ്ഞു. ആ ഒരു വലിയ പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഭൂമി ഏകദേശം പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്പേസിലേക്ക് വന്നിരുന്ന ആ ഒരു സ്പേസ് ക്രാഫ്റ്റ് എല്ലാം ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അതായത് മനുഷ്യരാശി ഏകദേശം നശിച്ചു കഴിഞ്ഞു. വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ പുതിയൊരു രീതിയിലുള്ള ഹ്യൂമൻസ് ഇനി ഭൂമിയിൽ ഡെവലപ്പ് ആകാൻ വേണ്ടി പോവാണ്. അതിന്റെ ആദ്യ പടിയാണ് നമ്മുടെ ഡോക്ടർ ഗോവിന്റെയും ജിസുവിന്റെയും ആ പുതിയ ശരീരങ്ങൾ. എന്തായാലും വലിയൊരു ഫ്ലഡ് റിലേറ്റഡ് ആയിട്ട് ഒരു ഡിസാസ്റ്റർ മൂവി കാണിച്ച് അതങ്ങനെ തീർക്കാതെ ഇതിന്റെ ഉള്ളിലേക്ക് മറ്റൊരു കാര്യം കൂടെ കൊണ്ടുവന്ന് കഥയെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയിട്ട് കുറച്ചും കൂടെ എൻഗേജിംഗ് ആക്കി
പറ്റിയിട്ടുണ്ട്. ഒരു ഡിഫറന്റ് ആയിട്ട് ഇതുവരെയായിട്ടും കേൾക്കാത്ത ഒരു ടൈപ്പ് സ്റ്റോറി എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.